വീണ്ടും എൻ്റെ മനസ്സിൽ തന്നെയാണ് ടോപ്പിക് ഇരിക്കുന്നത്. പറയും മക, എന്താണ് ചിന്താവിഷയം? അതായത് അത് ഇന്ന് ഇതേപോലെ വണ്ടി ഓടിച്ച് നമ്മൾ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ്. വലിയ വ്യത്യാസം ഉണ്ടാവുമോ? പറയാൻ പറ്റില്ല. എത്ര ഇരുന്നാലും ഞാൻ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, വണ്ടി ഓടിച്ചപ്പോൾ എന്താണ് എനിക്ക് തോന്നിയത്? അതായത് നമ്മുടെ ഓരോ കാലഘട്ടത്തിലും ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമെന്ന് പറയും ഓരോ കാലഘട്ടത്തിലും. അതായത് 80കളിൽ ഒരാൾ, 90കളിൽ, 2000കളിൽ, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവും. ആ ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തി. അത് ചില പാട്ടുകാരനായി, ചിലപ്പോൾ അഭിനേതാവായിരിക്കും, ചില നേതാവായിരിക്കും, ആരെങ്കിലും. അപ്പോൾ അത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. പൊന്നൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പൊന്നൻ കുറേ വണ്ടികളെയൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട് പൊന്നൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഇത്രയും കാലം ഇറങ്ങിയ വാഹനങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറി പൊന്നൻ്റെ മനസ്സിലുള്ള കുറച്ച് വണ്ടികളെ കുറിച്ച് പറയാൻ പറ്റുമോ? വണ്ടികൾ ഇത്രയും കാലം നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് വണ്ടികൾ ഏകദേശം ഒരു 100 കൊല്ലത്തിന് മേലെ ആയി കാണും അല്ലേ ഇന്ത്യയിൽ വണ്ടികൾ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലം. അപ്പോൾ എന്താണ്, ഞാൻ അത്ര പഴയതിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും ഒരു മാർക്കറ്റിനെ മൊത്തത്തിൽ റെവല്യൂഷനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ച് ചെയ്ത വാഹനങ്ങൾ പൊന്നൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മിക്കവാറും എന്തായാലും ഒരു അംബാസഡർ ഉണ്ടാവും, പിന്നെ ജീപ്പ് ഉണ്ടാവും, പിന്നെ 800 ഉണ്ടാവും. 800-ന് ശേഷം ഒരു വലിയൊരു വ്യത്യാസം കൊണ്ടുവന്ന ഒരു വണ്ടി എന്താണെന്ന് എനിക്ക് തോന്നുന്നു, പിന്നെ ഒരു നാനോയാണ് ഒരു ഓളം ഉണ്ടാക്കിയൊരു വണ്ടി. ഈ സെഡാനൊന്നും അത്ര വലിയൊരു ഇത് നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാറുകൾ മാത്രമല്ല, ബൈക്കും പറയാം. ബൈക്കുകളുടെ കാര്യത്തിൽ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ കാറിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ ആ ഇതിൽ മൊത്തം കാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചൊരു നമ്മൾ അങ്ങനെ നമുക്ക് വണ്ടികൾ എല്ലാത്തിനെയും കുറിച്ച് അല്ല. ഞാനതാ പറഞ്ഞത്, എനിക്ക് എൻ്റെ മനസ്സിൽ കാറുകൾ ഇത്രയുണ്ട്. ഇപ്പം ബൈക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ RX-100ൻ്റെ എനിക്ക് ആകെ ആ കാറ്റഗറിയിൽ RX-100 മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. അത് ആണോന്നല്ല. ഇപ്പം നീ എന്ന് പറഞ്ഞാൽ RD എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല, അത് ആണോന്ന് അറിയത്തില്ല. പക്ഷെ RX-100 ഓളം ഉണ്ടാക്കിയ വണ്ടിയാണ്. കാരണം പണ്ടത്തെ കുറേ സിനിമകളിലൊക്കെ ഉപയോഗിച്ചും കണ്ടിട്ടുള്ളൊരു വണ്ടി. പിന്നെ അതേപോലെ ബുള്ളറ്റ് ഒന്ന്, പിന്നെ ബൈക്കിൻ്റെ കാര്യത്തിൽ പറയുന്നത് സ്പ്ലെൻഡർ ഒന്ന്, പാഷനല്ല CT100 ഉണ്ട്. മൈലേജിൻ്റെ കാര്യത്തിലൊരു വലിയ ഇത് കൊണ്ടുവന്നേ. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഓളം സൃഷ്ടിച്ചൊരു വണ്ടി എന്ന് പറയുന്നത് ഹിമാലയനാണ്. അതായത് ആ ബൈക്ക് ഇൻഡസ്ട്രിയുടെ തന്നെ ഇതേ മാറ്റിക്കളഞ്ഞ് ഇന്ത്യയിലെ വേറൊരു പുതിയൊരു മാർക്കറ്റ് ഉണ്ടാക്കി തുടങ്ങിയൊരു വണ്ടി അതാണ്. നമുക്ക് അങ്ങനെയാണ്. ഞാൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യം പറഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം എൻ്റെ അതായത് ഇപ്പൊ ഇതിൽ 1-2 എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇപ്പൊ CT100-ഉം സ്പ്ലെൻഡറും പറയുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, സ്പ്ലെൻഡറാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലൊരു ഗെയിം ചേഞ്ച് ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഓളത്തിൽ വന്നൊരു വണ്ടി മാത്രമാണ് ഇത്. അതിന്റെ ഓളത്തിൽ വന്നാണ് മറ്റേ ഡിസ്കവർ വന്നു, അങ്ങനത്തെ കുറെ വാഹനങ്ങൾ, പല കമ്പനികളുടെ സ്റ്റാർ സിറ്റി, പിന്നെ കാലിബർ, അങ്ങനെ കുറെ വണ്ടികൾ വന്നു. സ്പ്ലെൻഡറിന് അങ്ങനെയാണ് വന്നത്. അപ്പം അതിൽ കുറച്ചെണ്ണ ആ ഓളത്തിൽ വന്നാണ്. എന്നാലും നമുക്ക് ഓരോന്നിനെ കുറിച്ച് സംസാരിക്കാം. പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അംബാസഡറിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അംബാസഡർ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് പറയാൻ കാരണം? ഞാനത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു വളർന്നതിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഈ വെള്ളവണ്ടിയാണ്. പൊന്നൻ്റെ ചെറുപ്പത്തിൽ അത് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് എനിക്കൊരു 5-6 അത് പറഞ്ഞപ്പോഴോ ഒമ്നി ഉണ്ട് കേട്ടോ. അതേപോലെ ഒരു വണ്ടിയുണ്ട്, ഒമ്നി ഉണ്ട്. ഞാനൊരു 1-2 ക്ലാസ് വരെയൊക്കെ കണ്ട വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ടാക്സി സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും പോലീസുകാരുടെ അടുത്തും ഈ വണ്ടിയാണ് കണ്ടിട്ടുള്ളത്. സിനിമകളിലും ഈ വണ്ടിയാണ് കാണല്. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് ഇന്ത്യയിലെ ഒരു അതല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്ത വണ്ടി അംബാസിഡർ അല്ലേ. അത് മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം പ്രൊഡക്ഷനിൽ നിന്ന് കാർ അതാണല്ലേ. അതാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെതായ ഒരു മഹിമയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻകാർക്ക് കാർ ഓടിക്കാനായിട്ട് ആഗ്രഹം തുടങ്ങി വെച്ചൊരു വണ്ടി അതാണ്. ഇതിന്റെ ചരിത്രം അറിയോ? എനിക്ക് അതാണ് അതായത് കൂടുതൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഞാൻ പറയാം ഒരു പറയാൻ പറ്റുക.
ഇവരേതെങ്കിലും ബ്രിട്ടീഷ് കമ്പനിയിൽ ഡിസൈൻ വാങ്ങിയതാണ്. മോറിസ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഓക്സ്ഫോർഡ് മോറിസ് എന്ന് പറയുന്ന മോറിസ് 3 അങ്ങനെ പറഞ്ഞ ഒരു മോഡലാണ്. ആ മോഡലാണ് അതിന്റെ ബേസ്, അതിന്റെ അച്ചാണ് ഇവര് വാങ്ങിച്ചത്. എന്നിട്ട് ഇവിടെ വെച്ച് പ്രസ് ചെയ്ത് ഉണ്ടാക്കിയാണ്. ഇവിടെ അതിന്റെ ആ മോൾഡിൽ ഇവർ ഉണ്ടാക്കുകയാണ്, ബോഡി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ ചിലപ്പോൾ ഒഴിച്ചുണ്ടാക്കുക, അതെങ്ങനെയാണെന്ന് കൃത്യം അറിയില്ല. അതിന്റെ മോളിലാണ്. അതേപോലെ തന്നെ കോണ്ടസ നമ്മൾ സംസാരിക്കേണ്ട ഒരു വണ്ടിയാണ്. ശരി, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കോണ്ടസയെ പറ്റി. ഞാൻ വിട്ടേ പോയി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെയും ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു മസിൽ കാറാണ്, ഇന്ത്യൻ മെയ്ഡ് മസിൽ കാർ. അതിന്റെ ഒരു സ്റ്റാൻസ് ബാക്കിൽ സ്ക്വാട്ട് ചെയ്ത് ഒരു ആ സ്റ്റാൻസ്. അതായത് അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തലത്തിലുള്ള മനുഷ്യർക്കും ഉള്ളൊരു വാഹനമായിരുന്നു. കാരണം വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പണ്ട് ഇതിനകത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, ഇതേ റീസ്റ്റോർ ചെയ്തെടുത്ത വീഡിയോ ഉണ്ട്. അംബാസഡറിന്റെ പുറകിൽ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ വെച്ചോണ്ട് അത് എനിക്ക് ഞാൻ പല സംസാരിച്ചിട്ടുള്ള അപ്പച്ചന്മാരെ അംബാസഡറിനോട് പറഞ്ഞിട്ടുള്ള പറയും, ഇത് അംബാസഡറിൽ നമുക്ക് ഇത് കൊണ്ടുപോകാം, അത് വലിയ കാര്യമായിട്ടാ പറയാം, അത് ഫ്രിഡ്ജ് കൊണ്ടുപോകാന്ന്. അപ്പൊ അത് പണ്ടേ അവർ അങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. അതായത് പണക്കാരനും ടാക്സി ഡ്രൈവറിനും ഒരു അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരുന്നു ഇത്. ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലൊരു നിലവാരം സൂചിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു, പ്രൗഢി കാണിക്കുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ കാർ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഒരു 60-കളിൽ 70-കളിൽ 80-കളിലൊന്നും ഒരു നാട്ടിൽ ചിലപ്പോൾ 2-3 അംബാസഡറൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു എമർജൻസി വന്നാൽ ആ വണ്ടിയിലാണ് കൊണ്ടുപോവുക. പിന്നീടാണ് തോന്നില്ല ജീപ്പൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. അംബാസഡർ ഗെയിം ചേഞ്ചർ ആയത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ 4 ചക്ര വാഹനം ഓടിക്കാൻ പഠിപ്പിച്ച അംബാസഡറാണ്. അതേപോലെ തന്നെ ഇതായതാണ് പറഞ്ഞ ജീപ്പും അംബാസഡർ അതിന് മുന്നേ വന്നിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരാ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്താറ് അവരിവിടെ വന്ന സമയത്ത് അവർ ജീപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവണല്ലേ ഇവിടെ നമ്മളെ 2 വണ്ടി ഇതേവരെ കൊണ്ടുവന്നേ. മഹീന്ദ്രക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വിലീസ് ജീപ്പിന്റെ മോഡല് ഇതാക്കിയിട്ട് അതിന്റെ എന്തോ വാങ്ങിച്ചിട്ട് ഇവിടെ അതിനെ സിവിലിയൻ ജീപ്പ് എന്ന് പറഞ്ഞിട്ട് CJ അതാണല്ലേ അങ്ങനെ ആക്കി മാറ്റാണ് ചെയ്തത്. പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനത്തിന്റെ ഡിസൈൻ ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ജീപ്പ് എന്നുള്ള വാക്കിനൊരു അർത്ഥമുണ്ട്, എന്താ എല്ലായിടത്തും പോകാൻ പറ്റുന്നു, അങ്ങനെ എന്തൊരു ഇതുണ്ട്. ഒരു പേര് ഷോർട്ടാണോ അതെന്തോ ഷോർട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അത് എല്ലായിടത്തും നമുക്ക് പോകാൻ അങ്ങനത്തെ ഒരു അർത്ഥമുള്ള ഇതാണ്. എന്താണേലും ജീപ്പ് ഒരു ഇതാണ്. കാരണം ഇതേപോലെ തന്നെ ടാക്സിയും ജീപ്പിന്റെ ഒരു ഇതാണ് ഇപ്പോഴും നമ്മള് ടാക്സി സ്റ്റാൻഡുകളിൽ പോയി കഴിഞ്ഞാൽ കാണാം. ടാക്സി സ്റ്റാൻഡുകളിൽ ഇവിടെയൊക്കെ ഇപ്പോഴും കുറഞ്ഞു. പക്ഷെ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ജീപ്പിന്റെ മഹിമ. ജീപ്പ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, പക്ഷെ അത്രയ്ക്ക് പണ്ടത്തെ അത്ര ഇതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ആൾക്കാരെല്ലാം കൊടുത്തു. ഇപ്പൊ കൂടുതൽ ജീപ്പുകൾ ഈ ഓഫ് റോഡ് ഓടിക്കുന്ന കൂടുതൽ ഓഫ് റോഡ് ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ കുറച്ച് വാങ്ങിയിരിക്കുന്നത്. അത് ഓടിക്കൽ ഇവിടെ നിർത്തിയെന്ന് തോന്നുന്നു. അതായത് എൻ്റെ അച്ചാച്ചനും അമ്മയൊക്കെ പണ്ട് പറയുമല്ലോ, അതായത് ഒരു സമയത്ത് വയനാട്ടിലൊന്നും റോഡില്ല, മനുഷ്യൻ വെട്ടിയുണ്ടാക്കി ചളി പിടിച്ച് ഇതാണ് പാതയോരങ്ങളായിരുന്നു. മഴ നിക്കാത്ത മഴയിൽ ചെളി പിടിച്ചിടുന്ന വഴികൾ. ഈ വഴിയില് മലകളെ എല്ലാം നേരിട്ട് കുന്നും മല ഇടിച്ചു കുത്തി കയറിപ്പോയ സാധനങ്ങളാണ് ജീപ്പ്, 4 വീല് ജീപ്പ്. നമ്മുടെ ഇവിടെ വയനാട്ടുകാർക്ക് വേറെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരിടയ്ക്ക് കുരുമുളകിന്റെ വലിയൊരു ഇതുണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ ഒരു സ്ഥലത്ത്. അപ്പൊ ഈ പുൽപ്പള്ളിയിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചാക്ക് കണക്കിന് വിളിച്ചുകൊണ്ട് പോവും. എന്നിട്ട് 2-3 ജീപ്പൊക്കെ കുരുമുളക് കൊടുത്തിട്ട് 2-3 ജീപ്പ് വാങ്ങിക്കൊണ്ട് വരും. അതായത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ജീപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പുൽപ്പള്ളിയിലായിരുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലായിരുന്നു. പിന്നെ വേറെ സംഭവം ഞാൻ അറിഞ്ഞു. നമ്മുടെ ഭയങ്കര ഐക്കോണിക് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള മഹീന്ദ്രയുടെ പരസ്യമുണ്ട്, വി ലിവ് യങ് വി ലിവ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പരസ്യം. അതില് താറിന്റെ സീനുകളുണ്ട്. ഒരു ഓഫ് റോഡ് താറ് കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഓടുന്നതല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ ആ സ്ഥലം അത് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ വയനാട് പുൽപ്പള്ളി എന്നാണ്. അതേപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പഴയ താറ്, അതെ ഫസ്റ്റ് ജെൻ താറ്. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ പുൽപ്പള്ളി ഒരു വട്ടം വരൾച്ച വന്നിട്ട്, ചൂട് കാരണം വരൾച്ച വന്നിട്ട് ടാങ്കറിൽ മഹീന്ദ്രക്കാർ വെള്ളം കൊണ്ട് കൊടുത്തു എന്നും പറയുന്നത് കേൾക്കുന്നില്ല. അത് എത്രത്തോളം സത്യം എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ജീവിച്ച 1-2 പേരാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത് സത്യം കാലഘട്ടത്തിൽ അവിടെ ജീവിച്ച ആൾക്കാർ ഈ കഥ പിന്നെയും പിന്നെ ആവർത്തിച്ചു. ഈ ചാക്കണക്കിന് കുരുമുളക് കൊണ്ടുപോയിട്ട് മലപ്പുറത്ത് ഏതോ ഒരു ഉണ്ടായിരുന്നു. പുള്ളി ജീപ്പിന് 10 രൂപ എണ്ണം വാങ്ങി വെക്കും.
എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ പോയിട്ട് 2-3 വാങ്ങിയിട്ട് ചാക്ക് കൊടുത്ത് വിറ്റ് കുരുമുളക് വിറ്റ പൈസ കൊണ്ട് 2-3 ജീപ്പ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരും. അതായത് ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസഡർ ഉണ്ടോ, അതായത് പലരുടെയും അന്നം ഉണ്ടാക്കാൻ സഹായിച്ച ഒരു സാധനമാണ്. നമ്മള് ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ ഈ മലമുകളിൽ കിടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ചരിത്രമുള്ള ഒരു സംഭവമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ് ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ അംബാസിഡറിനേക്കാൾ കൂടുതൽ എനിക്ക് നമ്മുടെ വയനാട്ടുകാർക്ക് ജീപ്പിനോടായിരിക്കും ഒരു അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മ മറക്കത്തില്ല. ഞങ്ങള് വട്ടവട ആദ്യമായിട്ട് പോയപ്പോ വട്ടവട ഫുള്ള് ജീപ്പാ. ഞാൻ നോക്കുമ്പോ KL 13 12 ജീപ്പുകളാണ് നമ്മുടെ നാട്ടിലുള്ള ജീപ്പുകൾ. KL 13 കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഈ വയനാട്ടിലുള്ളേക്കാൾ കൂടുതൽ ജീപ്പ് താഴോട്ട് കണ്ണൂരുണ്ട്. കണ്ണൂർ വേറൊരു ജീപ്പിന്റെ ഒരു കൾച്ചറാണ്. കാരണം നമ്മുടെ ഇവിടുന്ന് മാനന്തവാടി സൈഡ് താഴോട്ട് ഇറങ്ങി പിന്നെ അങ്ങോട്ട് കുറെ കുന്നും മലയാണ്. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ജീപ്പുകൾ കണ്ടമാനം ഓടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതും ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചറാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ടെറൈനിൽ ജീവിക്കാൻ മനുഷ്യനെ ആ ടെറൈനെ നേരിടാൻ ഭയങ്കര സഹായിച്ച ഒരു സാധനമാണിത്. അതെ, അതായത് തോളിൽ ചുമന്നുകൊണ്ട് ചാക്ക് എടുത്ത് പോകേണ്ട സമയത്ത് ഇതിലേക്ക് കയറ്റി തട്ടി അങ്ങ് ഇടുക, കയറ്റുക, ഇതാക്കും. അതായത് ശരിക്കും ആ ഒരു മാർക്കറ്റിൽ വേറൊരു വണ്ടി ആ സമയത്ത് ഇല്ല അങ്ങനത്തെ ഒരു ഇതിന് ചെയ്യാൻ. മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അങ്ങനെയാണ് അതിന് പറയല്ല, മൾട്ടി എന്തായിരുന്നു ജീപ്പിന് അങ്ങനത്തെ എന്തൊരു പേര് പറയുന്നത്. ഇത് സാധാ അങ്ങനത്തെ ഒരു MUV ആണ്. ഈ ജീപ്പ് വേണം SUV എന്ന് പറയാം. സൂപ്പർ യൂട്ടിലിറ്റി ആണല്ലോ ഒരു തരത്തിൽ അത് പറയാം. ശരിക്കും ഏറ്റവും ചെറിയ ഓഫ് റോഡർ ഒരു യൂട്ടിലിറ്റി. അതായത് ഞാൻ ആലോചിക്കാം, മഹേന്ദ്ര അന്ന് മനസ്സ് കാണിച്ച ആ ജീപ്പ് ഇറക്കില്ലായിരുന്നെങ്കിൽ ഇന്ന് താർ ഉണ്ടാവോ, ഇന്ന് സ്കോർപിയോ ഉണ്ടാവോ, ബൊലേറോ ഉണ്ടാവോ, ഒന്നും ഉണ്ടാവൂല. എല്ലാത്തിന്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചറാ. ആ വണ്ടി ഇറങ്ങിയത് കൊണ്ടാണ് ആ ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത്. അങ്ങനത്തെ ഒരു ഓഫ് റോഡിങ് വേണ്ടി, ഓഫ് റോഡ് എന്നല്ല, അങ്ങനത്തെ ഒരു കൾച്ചർ. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന SUV-കളെല്ലാം ഈ മഹീന്ദ്രയുടെ വണ്ടികളാണ്. അതെന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഹെറിറ്റേജ് ആണ് ആ വണ്ടി ഉണ്ടാക്കി കൊടുത്തത്, ആ ഒരു പാരമ്പര്യമാണ് ഉണ്ടാക്കി കൊടുത്തത്. വേറെ അടുത്തെന്താ നമ്മൾ പറഞ്ഞത്? അടുത്തത് കാറിന്റെ കാര്യം നമുക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബൈക്കിലേക്ക് തന്നെ വരാം. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഐഡിയോളജിയാണ് ബൈക്കുകളുടെ ഇത് തന്നെ മാറ്റിയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ പറയേണ്ടത് ബുള്ളറ്റാണ്. ബുള്ളറ്റ് സത്യം പറഞ്ഞ ഒരു ഇതായിരുന്നു, അതായത് എന്താ പറയാ, വികാരം, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ. ബുള്ളറ്റ് ഉള്ളവൻ വലിയ മുതലാളിയാണ്. ബുള്ളറ്റ് ഉള്ളത് ഒന്നുകിൽ ഗുണ്ടകളുടെ കയ്യിലോ അല്ലെങ്കിൽ പൈസ ഉള്ളവരുടെ കയ്യിലായിരുന്നു. ഇരിക്കുന്ന ആൾക്കാരല്ല പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മുടെ വിചാരത്തിൽ. കാരണം ഇത് മെരുക്കാനായിട്ട് വലിയ തടിമാടന്മാരായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന് ചെറിയ മനസ്സിലെ ചിന്ത ഇവരൊക്കെ ഗുണ്ടകളാണ്. ഈ TV-യിൽ കൂടുതലും സിനിമയിലെ ഗുണ്ടകളുണ്ട്. ഞങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ ചിന്ത എന്ന് പറയുന്നത് ഗുണ്ടകളാണ് ഈ വണ്ടി ഓടിച്ചു. അത് പണ്ടത്തെ ബുള്ളറ്റ് അതും പതിയാണ്. എന്റെ ചെറുപ്പത്തിൽ ബൈക്കിനോടിന്റെ ഏറ്റവും പഴയ ഓർമ്മ ഇതാണ്. പണ്ട് നമ്മളവിടെ ഒന്നേറെ താമസിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഒരു ബൈക്ക് ഇങ്ങനെ വരും. ഇവിടെ ഒന്നേറെ എത്തുമ്പോഴേക്കും നമ്മൾ എന്നിട്ട് ഓടി കയറുകയാണ് ഞാൻ വീട്ടിൽ നിന്ന്. ഈ ഇത് പോകുന്ന കാണാൻ വേണ്ടിയിട്ട് ആ മേളിൽ കയറി റോഡിന്റെ സൈഡിൽ നിന്നിട്ട് നോക്കി. കളറൊന്നും എനിക്ക് ഓർമ്മയില്ല, അത് ചിലപ്പോൾ സിൽവർ എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് കളറൊന്നും ഓർമ്മയില്ല. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ഇടിച്ചിരുന്ന് അത് നമുക്ക് അവിടുന്നേ കേൾക്കും. വേറെ ഒരു വണ്ടികളൊന്നും ആ സമയത്ത് ഓടില്ല, അപ്പൊ ഇത് കേൾക്കാൻ പറ്റും. ഓടി റോട്ടിൽ പോയി നിന്നിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അതൊരു വല്ലാത്ത തോന്നുന്നു ഒരു ഭൂരിപക്ഷം ആൺകുട്ടികളുടെ ഉള്ളിൽ ബൈക്കിന്റെ വികാരം ഉണ്ടാക്കി. പറയാൻ വേണ്ടി വന്നൊരു കാര്യം, അതായത് എൻ്റെ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ, ഒരു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബൈക്കിനോടുള്ള വികാരം, ആദ്യത്തെ പ്രണയം എപ്പോഴും ബുള്ളറ്റുകളായിരുന്നു. അതെ, ബുള്ളറ്റുകളിൽ നിന്നാണ് നമ്മൾ. അത് ഏറ്റവും വലിയ രസം എന്താ അറിയോ, ആ വണ്ടിയുടെ പേര് ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് എന്നല്ല, അത് സ്റ്റാൻഡേർഡും ക്ലാസിക് അങ്ങനെയൊക്കെയാണ് അതിന്റെ ശരിക്കുള്ള പേര്. പണ്ടത്തെ വണ്ടികൾ ബുള്ളറ്റ് എന്നായിരുന്നു. പക്ഷെ ഞാൻ പറയാ, ആ ഒരു വണ്ടി വന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും റോയൽ എൻഫീൽഡിൽ ഏറ്റവും വിറ്റ് പോകുന്ന വണ്ടി ഇപ്പോഴും അത് തന്നെയാണ്. ഏറ്റവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനിലുള്ള വണ്ടിയാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 120 കൊല്ലം എങ്ങാണ്ട് ലോകത്തിൽ ഏറ്റവും പ്രൊഡക്ഷനുള്ള വണ്ടി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതാണ് ഈ ബുള്ളറ്റിന്റെ മുൻഗാമികളായിരുന്നു ഈ വേൾഡ് വാർ ടൂറിൽ ഇവര് മടക്കി അടച്ച് പെട്ടിയിലാക്കി, അല്ലെങ്കിൽ മറ്റേ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ട് സംഭവം ഇറക്കിക്കൊണ്ടിരുന്നതും ഇതെല്ലാം പറഞ്ഞാൽ ഇതിന്റെ തുടക്കം എല്ലാം ഈ ബുള്ളറ്റിന്റെ ഷേപ്പിലാണ്. അതാണ് കാര്യം. കാരണം അതിന്റെ ഏറ്റവും വലിയ ഇത് വകഭേദം മാറി മാറി വന്നതിന്റെ ഒരെണ്ണമാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയത്. അതെ, ശരിയാണ്. എത്രയോ പേരെ ബ്രിട്ടീഷുകാരുടെ ഉണ്ടായിരുന്ന വണ്ടികൾ നമ്മുടെ, അതായത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇവര് മദ്രാസിലേക്ക് ബ്രിട്ടീഷുകാർ 300 വണ്ടി എങ്ങാണ്ടാണ് വിട്ടത്.
1950 ആ മോഡലുകൾ ഇപ്പോഴും പലരുടെ കയ്യിലുണ്ട്. അതാ പറഞ്ഞേ, ഭയങ്കര റയർ കളക്ടേഴ്സ്, നല്ല വില കൊടുക്കണം, പൊന്നുവില കൊടുത്താലേ കിട്ടത്തുള്ളൂ ഒറിജിനൽ സാധനം. അതൊന്നും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു പാർട്സ് കിട്ടാണ്ടാവില്ല. G2 എന്നാണ് പറയുക, G2 ബുള്ളറ്റ്, G2 എന്നാണ് എഞ്ചിന് ഈ ബുള്ളറ്റ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ യുദ്ധത്തിന് ഉപയോഗിച്ചപ്പോ ഇട്ട പേരായിരിക്കുമോ? എനിക്ക് അതിനെക്കാളും തോന്നുന്നു അതിന്റെ എക്സോസ് നോട്ട് ആയിരിക്കും. അതോ ആ യുദ്ധത്തിന്റെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി അവർക്കൊരു എന്താ പറയാ, അവർക്കൊരു സമർപ്പണം പോലെ, യുദ്ധത്തിന് ഇതാക്കിയ ഈ വാഹനം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, World War II നടക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു വണ്ടി. ഞാൻ ചോദിച്ചു അതിനുശേഷം ഈ പേര് അല്ല, ആപ്പിളെ വണ്ടിക്ക് ബുള്ളറ്റ് എന്നാണ്. ഇത് World War II ഹിച്ച്കോക്കിൽ ഫാക്ടറിയിൽ വെച്ചിട്ട്, അല്ല റെഡിച്ചിൽ ഫാക്ടറിയിൽ വെച്ചിട്ട് ഇവര് ഇതായി, അതായത് പറഞ്ഞ് ഞങ്ങൾക്ക് വണ്ടി വേണമെന്നാണ് അവരുണ്ടാക്കിയതാണ്. ആ, പല രീതിയിലും പല ഇതിലുള്ള സമയം കിട്ടാണ് ഇടയ്ക്ക് ഈ വേൾഡ് വാർ 2 ഫുട്ടേജുകൾ കാണാൻ പറ്റുകയാണ്. അതിനകത്ത് ചിലതുണ്ടാവും ഇങ്ങനെ ഒടിഞ്ഞു നോക്കി, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കെട്ടി പാരഷൂട്ടിൽ നിന്ന് വിടുന്നതൊക്കെ. അതുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അതേപോലെ ആൾക്കാർ ഓടിച്ചു പോകുന്നത് എന്ത് രസം, ഒന്നുമില്ല, ഒരു ഹെഡ്ലൈറ്റ്, ഒരു എഞ്ചിനും, സൈക്കിളിന്റെ പോലെ പണ്ടത്തെ എന്ന് പറയുമ്പോൾ സൈക്കിളിന്റെ ഡിസൈനിലാണല്ലോ ഇരിക്കുന്നത്. ഈ സസ്പെൻഷൻ ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കുഴിയൊക്കെ ചാടി ഇങ്ങനെ പോകുന്നതാണ് നല്ല രസം. അവര് അവരുടെ ക്യാൻറ്റീൻ ബാഗ് സാധനങ്ങളെല്ലാം പുറത്തിട്ടിട്ട് കെട്ടിപ്പിടിച്ച് പോകുന്നത്. അതായത് ഒരു മോട്ടറിങ്ങും അതേപോലെ പ്രൗഢിയും എന്താണെന്നും ഒരു മനുഷ്യരെ പഠിപ്പിച്ചൊരു വണ്ടിയാണ് ബുള്ളറ്റ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യ എന്നൊരു നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ ആൾക്കാരുടെ ഒരു വികാരം, ഒരു പൊതുവികാരമായിരുന്നു. അതെ, കാരണം അത് ഇത്രയും പേര് ഇപ്പോഴും ആ വണ്ടി വാങ്ങുന്ന അതിന്റെ സ്പെക്സ് നോക്കിയിട്ടോ ഇതൊന്നും നോക്കിയിട്ടൊന്നല്ല, വികാരം. ഇതിന്റെ വേറൊരു കാര്യം എന്താ, ഈ വികാരം തലമുറകളായിട്ട് കൈമാറി വരുന്നുണ്ടെന്നല്ല, ഈ പുതിയ തലമുറയിലെ പിള്ളേരും ഇത് വാങ്ങുന്നുണ്ടെന്നുള്ള കാര്യം. ചെറിയ പിള്ളേരും വണ്ടി വാങ്ങും, കാരണം എന്താ, അവർ ചിലപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോ മുൻ പ്രായം ചെന്ന ആൾക്കാർ ഇതിനോടുള്ള പ്രണയം കണ്ടിട്ടായിരിക്കും അവർക്കും ഇതിനോടുള്ള ഒരു ഇത് എന്താണെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും, ഇതിന്റെ ഉള്ളിലെ പൊരുളെന്താ. അത് അവരത് കണ്ടു വളർന്നുകൊണ്ട് അവർക്ക് വികാരം. ഇവരുടെ വികാരം എന്താ, എൻ്റെ അപ്പനോ അല്ല എൻ്റെ മാമന്മാരോ ആരെങ്കിലും ഒക്കെ അവർക്കുള്ളൊരു വികാരം കണ്ടിട്ട് എനിക്കൊരു വികാരം. സമയത്ത് എനിക്ക് അറിഞ്ഞു EMI ഇതൊക്കെ വരുന്നതിന് മുമ്പ് വയനാട്ടിൽ ഭയങ്കര റയറാ. എനിക്ക് റോയൽ, ഞാൻ എന്തായിരുന്നു വായിക്കുന്നത്, എൻഫീൽഡ് എന്നുള്ള എനിക്ക് വായിക്കാറില്ല, ഞാൻ വെച്ച് എന്തായിരുന്നു റോയൽ എൻചാൻഡർ, അങ്ങനെ ഞാൻ വായിച്ചോണ്ടിരുന്നത്. എനിക്കറിയില്ല ഇത് വായിക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഇത് സ്റ്റാൻഡേർഡ് ക്ലാസിക് എനിക്കറിയില്ല, എന്റെ മനസ്സിൽ ഇതെല്ലാം ബുള്ളറ്റ്. അതും എന്താ വ്യത്യാസം, ആ സമയത്ത് ഫുള്ള് കമ്പ്യൂട്ടർ ബൈക്കുകളുടെ ഇടയിൽ ഈ സാധനം ഭീമാകാരം പോലെ ഇങ്ങനെ ഇരിക്കുന്നവന്മാരെല്ലാം ഇതെന്ന് വിചാരിക്കും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു സമയത്ത് ഇവിടെ വയനാട്ടിലൊന്നും ഒരു ഷോറൂം ഇല്ല, പണ്ട് ബ്ലൂ ഡയമണ്ട് അങ്ങനെ എന്താ പറഞ്ഞിട്ട് കോഴിക്കോടാണ് ഒരു ഷോറൂം അല്ലേ, അവിടെ ബുക്ക് ചെയ്ത് ഒരു കൊല്ലം എങ്ങാനും എടുക്കും വണ്ടി വരാൻ. അതെ, അതൊരു കാലല്ലേ, നമ്മൾ ആക്റ്റീവ് വാങ്ങിയത്. അയ്യോ, അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് അത് വളർന്ന്. ആലോചിച്ച് നോക്ക്, വർഷങ്ങളായി കണ്ട സ്വപ്നം എന്നിട്ട് പിന്നെയും പൈസ കൊടുത്ത് ഒരു കൊല്ലം കാത്തിരുന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. അതെ, അതിന്റെ ഒരു മധുരം എന്താ. പിന്നെ വേറെ കാര്യമുണ്ട്, റോയൽ എൻഫീൽഡിന് നമ്മുടെയൊക്കെ ഉള്ളിലൊരു ഇത് ഉണ്ടാക്കിയതിന് വേറെ ഒരു വലിയ ഇതെന്ന് പറഞ്ഞ സിനിമയാണ്, സിനിമ ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു കാലഘട്ടത്തിൽ സിനിമകളൊക്കെ എല്ലാരും ബുള്ളറ്റിലാണ്. ബുള്ളറ്റ് കോട്ടയം കുഞ്ഞച്ചില്ലേ ബുള്ളറ്റ് ഉണ്ടോ? മമ്മൂട്ടി കോട്ടയം കുഞ്ഞത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബുള്ളറ്റ് വേണം ഓടിച്ചത് അംബാസഡർ. എനിക്ക് ബുള്ളറ്റ് മമ്മൂട്ടിയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏത് പടത്തിലാണ്, ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അത് കുറച്ച് ഈ അടുത്ത കാലത്തെ പടമാണ്. അല്ല, അത് 2010. അതിലൊരു ക്ലാസിക് 500, അതും ഗ്രീൻ അമ്പ, അതാണ് എന്റെ ഓർമ്മ. മമ്മൂട്ടി അത് ഓടിച്ചു വരുന്നത്. മമ്മൂട്ടിയുടെ ഞാനും കണ്ട കുറെ ഓർക്കുന്നു. പ്രജാപതിയിലുണ്ടെന്ന് തോന്നുന്നു. പ്രജാപതിയിൽ ഒരു പജേറുണ്ട്. പ്രജാപതി തന്നെയല്ലേ? അതെ, ആ പ്രജാപതിയിൽ പജേറുണ്ട്, അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് ആ വികാരം ഉണ്ടാക്കിയതിന് വലിയ പങ്ക് വഹിച്ചത് സിനിമയാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, ബോളിവുഡിലൊക്കെ ഉണ്ട്. ഈ ഇതാക്കി പോലീസുകാരും ഗുണ്ടകളും എല്ലാം ഓടിച്ചിരുന്നത്. അതെ അതെ. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു മനസ്സിൽ ആദ്യം തോന്നിക്കൊണ്ടിരുന്നത് ഇത് ഗുണ്ടകളാണ്, ഇതിലിരിക്കുന്നതെല്ലാം ഗുണ്ടകളാണ്. അതെ, അത് പേടിയാ, അടുത്തോട്ട് പോവാൻ പേടിയാ. അതായത് ആ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളൊരു ലക്ഷറി വണ്ടി എടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഇപ്പൊ അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബുള്ളറ്റിന്റെ പേര് സത്യം പറഞ്ഞ കളഞ്ഞ എന്താന്ന് പറഞ്ഞാൽ EMI തുടങ്ങിയതിനു ശേഷമാണ് എല്ലാവരും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ വയനാട്ടിൽ EMIയുടെ ഒരു സംഭവം തുടങ്ങിയിട്ട് കണ്ണി കണ്ട എല്ലാരും വണ്ടി എടുത്ത് എവിടെ നോക്കിയാലും പിന്നെ ബുള്ളറ്റ്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, അതിലൊരു തെറ്റില്ല, അവരെല്ലാരും കുഴപ്പമെന്നറിയോ, നമ്മളിങ്ങനെ ഈ ഒരെണ്ണോ രണ്ടെണ്ണോ അവിടെ ഇവിടെ കണ്ടു വളർന്നിട്ട് പിന്നെ സാധനം നമ്മൾ സ്ഥിരം കാണാൻ തുടങ്ങി ഇതിന്റെ ഇത് നഷ്ടപ്പെട്ടു. അതിനെന്താ പറയാ, എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ എന്താ പറയുക, ഇതിന് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ കയറ്റി ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്, മേളിൽ ഒരു കൊട്ടാരം കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് എല്ലാവരുടെയും കയ്യിൽ സാധനം കാണുന്നത്. ഇതാണ്. അപ്പൊ എന്താ അറിയാം, എന്റെ ചോദ്യം ഇതാണ്,
എല്ലാവർക്കും ഈ ഒരു ഇത് മാത്രം ഉണ്ടായാൽ പക്ഷേ മതി, വേറൊരു അത് അനുഭവിക്കാനും കൂടെ ഉള്ള EMI വന്നോണ്ട് ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക്. പക്ഷെ കുറെ പേര് ഇതിനെ നശിപ്പിച്ച് എക്സോസ്റ്റും കയറ്റി ഇതിന്റെ ഇതും കളഞ്ഞ് ഇതിന്റെ ഇപ്പൊ 100 ആടുകൾ ഉണ്ടെങ്കിൽ 2 എണ്ണം കറുത്തതെങ്കിലും ഉണ്ടെങ്കിൽ രസമില്ലല്ലോ. അതെ, അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ എന്താ, അതിന് ഇപ്പോഴും ഒരു നിലവാരമുണ്ട്, ഒരു സ്റ്റാൻഡേർഡ്. അതെ, ഇനി ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് യുഗം വരുമ്പോ ബുള്ളറ്റ് എന്തായിരിക്കുമോ, അത് നമുക്ക് കണ്ടറിയാം. എന്തായാലും അത് ഒരു വലിയൊരു റെവല്യൂഷൻ ചെയ്ത. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ടൊരു വണ്ടി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് എന്താണെന്ന് ഒരു കാലഘട്ടത്തെ, അതായത് ഒരു 90-കൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെ മനസ്സിലാക്കിയ വണ്ടിയാണ് RX, RXZ, RX 135, RD 350, യമഹയുടെ ബൈക്കുകൾ. ഇതെല്ലാം ഒരേ ഇത് തന്നെയാണോ, ഒരേ ഇതിലിറങ്ങിയതാണോ, പുറകെ ഇറങ്ങിയതാണ്? RD ആണ് ഏറ്റവും ആദ്യം ഇറങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. RD രാജ്ദൂത് അല്ലേ? രാജ്ദൂത്. RX എന്താണ്? RX അയ്യോ അറിയത്തില്ല. രാജ് എക്സ്പ്ലോറർ ഒന്നും ഇല്ല. രാജ്ദൂത് എന്നുള്ളത് വേറെ പേര്, RD എന്നുള്ളത് യമഹയുടെ പേര്. ഈ രാജ്ദൂത് പിന്നെ ഇട്ടതാണ്. ഇല്ല, അവരാണ് ഇത് വണ്ടി വിറ്റോണ്ടിരുന്നത്. ശരിക്കും വേണ്ടി ഒരു RD 350 എന്നാണ്. അപ്പൊ ഇവര് അതിനനുസരിച്ച് രാജ്ദൂത് പേരിട്ടായിരിക്കും. രാജ്ദൂത് RD 350 അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. RD 6 റോഡായിരിക്കും. അതായത് ഞാൻ ആലോചിക്കുക, D എന്തായിരിക്കും? അതാ ഞാൻ ആലോചിക്കുന്നത്. റോഡ് ഡിസൈൻ എന്നാണ്. അല്ല, ഹൈ ടോർക്ക് ലോ ടോർക്ക് അങ്ങനെ 2 വേരിയന്റുകൾ ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയാം, വേറെ കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ 80-കളിൽ ഒരു മര്യാദയ്ക്ക് റോഡ് പോലും വികസിച്ചിട്ടില്ലാത്ത നാട്ടിൽ 35 ഹോഴ്സ് പവറുള്ള പാരലൽ ട്വിൻ എൻജിൻ, ABS ഇല്ല, ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്ക്, ഹെൽമെറ്റ് ഇല്ല. ആ സമയത്ത് മനുഷ്യർ പെട്രോളിനെ കുറിച്ച് കെയർ ചെയ്തില്ല, എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് കെയർ ചെയ്തില്ല. ഞാൻ ആലോചിക്കുക, അത്ര എന്ത് ധൈര്യത്തിലാണ് അവരത് ഇവിടെ ഇറക്കിയെന്നുള്ളത്. ഈ ഒരു ആൾക്കാരുടെ അടുത്തേക്ക് ഇത്രയും പവറുള്ളൊരു ബൈക്ക് വണ്ടി ഓടിച്ച് ശീലമില്ലാത്ത ഇറക്കിയത് എന്ത് ധൈര്യത്തിലാണ് ആർക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു വണ്ടി ഇറക്കിയില്ലായിരുന്ന ഒരു ലെജൻഡിനെ നമുക്ക് കിട്ടില്ലായിരുന്നു. അവരിപ്പോ അവിടെ ജപ്പാനിൽ എവിടെയെങ്കിലും ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടി ഇങ്ങോട്ടേക്ക് ഇറക്കിയതായിരിക്കുമല്ലോ. അതായത് യമഹക്കാർ അന്ന് നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കണക്ഷനോടെ മാത്രമേ വണ്ടി വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇവര് LML അങ്ങനെ ഏതൊരു കമ്പനിയായിട്ട് ടൈപ്പായിട്ടാണ്, യമഹ ടൈപ്പായിട്ടാണ് ഇവർ ഇത് വിറ്റോടെ. മാനുഫാക്ചറിംഗ് പ്ലാന്റ് വേണം ഇവിടെ, അങ്ങനെ എന്തോ വേണം ഇവിടെ, പ്ലാന്റ് അതുകൊണ്ടാണല്ലോ ഈ മാരുതി ഗ്ലോബലൈസേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സുസുക്കിക്കാര് മാരുതിയായിട്ട് ടൈപ്പായിട്ട് എങ്ങനെയാണല്ലോ ഇവിടെ പ്ലാൻ, നമുക്ക് ഇവിടുത്തെ എന്തോ പ്ലാനും ഇവിടുത്തെ ആൾക്കാർ എടുക്കണമെന്നോ അങ്ങനെ എന്തോ ഇതുണ്ട്, അതുകൊണ്ടാണ് വിഷയം. അപ്പോൾ ഇതാണ് മനുഷ്യന്, അതായത് ഇന്ത്യക്കാർക്ക് ഈ പെർഫോമൻസ് എന്താണ് അതിന്റെ ടേസ്റ്റ് പഠിപ്പിച്ചു കൊടുത്ത വണ്ടികളാണ് ഈ RD, RX. ഒരു 80-കളിലെ ഒരു തലമുറയ്ക്ക് നമ്മുടെയൊക്കെ ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ബൈക്കിന്റെ ഒരു പ്രണയം തുടങ്ങിയത് അതിനവിടുന്ന് ആവാൻ സാധ്യതയുണ്ട്. സ്ട്രോക്കിന്റെ ആ എഞ്ചിന്റെ ഒച്ചയായിരിക്കും. അതായത് ബുള്ളറ്റ് ഈ ഒരു അറ്റത്ത് പ്രൗഢിയെയും വേഗത കുറവിനെയും കാണിക്കുമ്പോ എന്താണ് സ്പീഡ്, എന്താണ് രസം, ഹരം എന്താണെന്ന് കോളേജ് പിള്ളേർക്ക് അതെ അവരുടെ ഹരയുടെ ആ സ്പീഡിനോടുള്ള ഒരു ഭ്രമം തോന്നിച്ചു തുടങ്ങിയത് ഈ വണ്ടികളാണ്. അതെ, അതായത് അങ്ങനെയുള്ള വണ്ടികൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും R15 കിട്ടില്ലായിരുന്നു, നമുക്ക് ഡ്യൂക്ക് ഇവിടേക്ക് വരില്ലായിരുന്നു, ഒന്നും വരില്ല. കാരണം ആ ഒരു താല്പര്യം അതിലൂടെ ആ തലമുറയിൽ നിന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് പോയി ആ സ്പീഡിനുള്ള താല്പര്യം ഉള്ളത് കൊണ്ടാണ് നല്ല പെർഫോമൻസ് ബൈക്കുകൾ ഇന്ത്യയിൽ വരാൻ തുടങ്ങിയത്. അത് നമുക്ക് സംസാരിച്ച് വരാം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ലൊരു റെവല്യൂഷൻ കൊണ്ടുവന്ന് വളരെ വലിയ മാറ്റം കൊണ്ടുവന്ന് 2 സൈഡിൽ നിന്നുള്ള വണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് കാറിലാണെങ്കിൽ മാരുതി 800 SS80, ആ വണ്ടി ഇവിടെ ഒന്നും നമുക്ക് അംബാസഡറിനെ കുറിച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞാലും അംബാസഡറിന് കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതായത് വണ്ടി കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നേരെ വർക്ക്ഷോപ്പിലൊക്കെ കയറ്റാന്നാണ് ആൾക്കാർ പറയുക. അതായത് ഫുള്ള് തുരുമ്പും പാച്ച് വർക്കിംഗ് ഒക്കെ അപ്പം തന്നെ തുടങ്ങും. പാച്ച് വർക്കിംഗ് ഇതെല്ലാം പിന്നെ പ്രീമിയർ പത്ത് ഇതിനൊക്കെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിയിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ കമ്പനിക്കാരതാണ്, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഞങ്ങളുടെ വണ്ടി ഇത്രയേ ഉള്ളൂ. അമ്മയില്ല, അങ്ങനെയുള്ളൊരു മാർക്കറ്റിലേക്ക് വലിയ വണ്ടികൾ വാഴുന്ന, സെഡാൻ വണ്ടികൾ വാഴുന്ന ഒരു മാർക്കറ്റിലേക്ക് ഒരു കുട്ടി വണ്ടി വരികയാണ്. ക്വാളിറ്റി എന്താണ്, സ്മൂത്ത്നെസ് എന്താണ്, ജാപ്പനീസ് എഞ്ചിൻ ടെക്നോളജി എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്നെ ആ ഒറ്റ കുട്ടി വണ്ടി വന്നതാണ് ഈ കിടന്ന അംബാസഡറിന്റെയും പ്രീമിയറിന്റെയും എല്ലാവരുടെയും തകർച്ചയ്ക്ക് കാരണം. പിന്നെ അതുമല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാത്ത വേറൊരു വിഷയം, ഇതിന്റെ ഹെറിറ്റേജും പിടിച്ചോണ്ടിരുന്നത്. അതാ പറഞ്ഞേ, ഇവരെ വിചാരിച്ച ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ പാരമ്പര്യം വെച്ച് നിന്നോളും, അതാണ് ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില്
കാറ് 4-5 പേർക്ക് പോവാൻ സുഖമായിട്ടല്ലെങ്കിലും ഞെങ്ങി തിരിഞ്ഞാലും ആ ഒരു കുടുംബത്തിൽ. പക്ഷെ ഇതാണ് സ്മൂത്ത്നെസ് എന്താണ് മറ്റേ ഏതൊരു സിനിമയിൽ നമ്മുടെ ജയറാം മാരുതിനെ കുറിച്ച് പറയുന്ന ഒരു ഇതുണ്ട്, റേഡിയൽ ടയറാണ് 120 കാച്ചു വിടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല. പിന്നെ ലീഫ് സ്പ്രിങ് അല്ല, നല്ല കോയിൽ സ്പ്രിങ്, സസ്പെൻഷൻസ്, എന്താണ് സസ്പെൻഷന്റെ ക്വാളിറ്റി, എന്താണ് വണ്ടി ഓടിക്കുന്നതിന്റെ ഫീല്, അത് പഠിപ്പിച്ചെടുത്തൊരു വണ്ടിയാണ് SS80 ആണ് പിന്നെ 800 ആയിട്ട് മാറിയത്. ഒരു വലിയ ലെജൻഡ് തന്നെയാണ്. അതിനുശേഷം അതിന്റെ പിൻഗാമിയായിട്ട് ആൾട്ടോ ആൾട്ടോ അതുണ്ട്. പിന്നെ സ്വിഫ്റ്റിന്റെ ഒരു വേരിയന്റ് വന്നില്ല, അല്ല എസ്റ്റീം വന്നു. 800 കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് ഇവിടേക്ക് മോഡേൺ ഒരു ഹാച്ച് ഇറങ്ങുന്നത്, ഹാച്ച് ഇതാണ് സ്വിഫ്റ്റ് അല്ലല്ല വേറെ ഇറങ്ങിയ വേറെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ആൾട്ടോ ഇറങ്ങിയ സ്വിഫ്റ്റ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ്. സ്വിഫ്റ്റ് ഒക്കെ 2008-ലോ 2007-ലോ എങ്ങാണ്ടാണ് ഇറങ്ങിയത്. അതിന് മുമ്പ് വേറെ കമ്പനികൾ ഇറക്കി തുടങ്ങി. അപ്പോഴത്തേക്കും ഗ്ലോബലൈസേഷൻ വന്നു, മറ്റുള്ള കമ്പനികൾ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ വരാൻ പക്ഷെ ഞാൻ സ്വിഫ്റ്റ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള വണ്ടികളാണ്. എനിക്ക് തോന്നുന്നു അത് ഇതാണ്, ഇതിന്റെ പിൻഗാമികളായിട്ടാണ് പിന്നെ എല്ലാം വന്നത്. ഈ അംബാസഡറിന്റെയും അതേപോലെ ഈ വണ്ടികളുടെ ഒക്കെ അവസാനത്തെ വേറെ ശവപ്പെട്ടിയിൽ ആണിയായിട്ട് വന്നതാണ് എസ്റ്റീം. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് മാരുതി ഇറക്കിയ വണ്ടി എനിക്ക് തോന്നുന്നത് ഒമ്നി ജിപ്സി ഒക്കെ വന്നു. പക്ഷെ മോഡേൺ ആയിട്ടൊരു സെഡാൻ ഇറക്കിയത് എസ്റ്റീമാണ്. 1000 എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇറക്കിയത് എസ്റ്റീം. ആ വണ്ടി വന്നതാണ് ഇവരുടെ അവസാനത്തെ ആണിയായിട്ട് മാറിയത്. ഊട്ടു സെയിൽസില്ലാതെ, കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ട് പ്രീമിയം വണ്ടികൾ ഒരു നല്ല ബജറ്റിൽ വിൽക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അതിന്റെ സാധനത്തിന് ഇപ്പോഴും എന്ത് 20-22 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്താ സുഖം, അതിന്റെ ഉള്ളിലത്തെ ഇന്റീരിയറിന്റെ ഒരു ക്വാളിറ്റി എന്താണ്. അതായത് മനുഷ്യന് ഇന്ത്യക്കാർക്ക് മനസ്സിലായി അപ്പൊ വണ്ടികൾ ഇപ്പൊ കമ്പനിയിൽ നിന്ന് എടുത്താൽ തന്നെ നേരെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് മനസ്സിലായി ആൾക്കാർക്ക്. അതാണ് കാലത്തിനനുസരിച്ച് മുന്നിൽ പോയില്ലെങ്കിൽ, കാലത്തിന്റെ ഒപ്പം ഓടിയില്ലെങ്കിൽ, നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് കാരണന്മാർ പറഞ്ഞതിന് കാരണം അതാണ്. നാടോടുന്ന നാടിന്റെ കൂടെ ഓടിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പിന്നിലാക്കപ്പെടും. നമ്മൾ എപ്പോഴും നമ്മളിതാണെന്ന് പറഞ്ഞ് പിടിച്ചേറ്റിവിടെ നമ്മൾ എപ്പോഴും പിന്നിൽ അവിടെ തന്നെ നിൽക്കുള്ളൂ, മുന്നോട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ മാറ്റങ്ങൾ വരുത്തണം, അതിനനുസരിച്ചുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൗകര്യങ്ങൾ കൊണ്ടുവന്ന്. ഇന്ന് അംബാസിഡർ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഷേപ്പിൽ ഒരു നല്ലൊരു സാധനം, ഒരു സംഭവം. പക്ഷെ എന്റെ മനസ്സിലാണ് ആ ഷേപ്പിൽ ഇപ്പൊ ഈ കാലഘട്ടം പറ്റും. വേറെ വഴിയുണ്ട്. മറ്റേ ഏതൊരു ടീം ഒരു പഴയ ബെൻസിന്റെ സ്റ്റൈലിൽ, ബെൻസ് പോലത്തെ ഒരു ഇലക്ട്രിക് ഇറക്കുന്നുണ്ട്. ആ വണ്ടി നീ ഒന്ന് ആലോചിച്ചു, അംബാസിഡർ ആ രീതിയിൽ ഇലക്ട്രിക് ഇറക്കിയുള്ള അവസ്ഥ ആലോചിച്ചു, നല്ല ഭംഗിയിൽ ഇറക്കാൻ പറ്റുമായിരിക്കും. കാരണം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് താഴെ, ഫ്ലോറിൽ ഇഷ്ടം പോലെ ബാറ്ററിക്കുള്ള സ്ഥലമുണ്ട്. അംബാസിഡർ ഒന്ന് ആലോചിക്കും, ഇലക്ട്രിക് ആയിട്ട് സെയിം രൂപം, പക്ഷെ ഉള്ളിൽ ഇലക്ട്രിഫൈ ചെയ്തായിരിക്കണം. അവരൊരു തിരിച്ചുവരവ് അങ്ങനെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, എത്ര പേര് ആ വണ്ടി വാങ്ങും, പൊന്നും പലയിടത്ത് വണ്ടി വാങ്ങും. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ. കാരണം അതിന്റെ ഷേപ്പ് അങ്ങനത്തെ ഒരു ഷേപ്പ് അല്ലേ, ഇങ്ങനത്തെ ഷേപ്പ് കാലഘട്ടത്തിൽ ഒരു ഇത് ആഗ്രഹം ഉണ്ടല്ലോ, ഇത് കണ്ടു വളർന്ന ആൾക്കാർക്ക് അതിന്റെ ആ ഷേപ്പ് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ ആ രൂപം പണ്ട് ഉണ്ടായാൽ നല്ലത്. എന്താ പറഞ്ഞാൽ മോഡേണൈസ് ചെയ്ത് വരണം. ഇപ്പൊ കൈനറ്റിക്കാർ അതാണല്ലോ ചെയ്തത്. അവരിപ്പോ ഇലക്ട്രിക് ആ സെയിം രൂപത്തിൽ ഇലക്ട്രിക് ഇറക്കി. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതില്ല തന്നെ. പക്ഷെ അത് എത്ര പേര് വാങ്ങും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ വണ്ടി എനിക്ക് ഏതാ വണ്ടി എന്നുള്ള ഏതൊരു വലിയ കമ്പനിക്കാരൻ, ഹോണ്ട ആണോ എന്ന് എനിക്കറിയില്ല, ഒരു പഴയ നമ്മുടെ പറഞ്ഞ ഹ്യുണ്ടായിയുടെ ആണ്. ഹ്യുണ്ടായി തന്നെ ഒരു കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അത് റിയൽ അല്ല, അത് കോൺസെപ്റ്റാ. അത് അവർ ഇറക്കിയിട്ടുണ്ട്. അത് നേരത്തെ കൂടെ ഓടിക്കുന്നില്ല, അവരല്ലാണ്ട് സ്റ്റേജിലൊക്കെ കാണിക്കുന്നത്. വണ്ടി കോൺസെപ്റ്റാ, അത് പ്രൊഡക്ഷൻ ഇറക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കമ്പനിയെ വേറെ ഒരു ടീമാ, വോക്സോൾ അങ്ങനെ ഏതോ ടീം അടുത്ത് ഹിന്ദുസ്ഥാന്റെ എല്ലാം പ്യൂഷോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അവര് തിരിച്ചു കൊണ്ടുവന്നാ നല്ലത്. അതിപ്പോ പ്യൂജോ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവര്, അത് ഹിന്ദുസ്ഥാൻ ഫ്യൂജോ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അതിപ്പോ മറ്റേ ഇപ്പൊ ഈ ജാഗ്വാറിന് JLR, അത് ടാറ്റയുടെ ഇതിൽ വരുമ്പോ അങ്ങനെയാ പറയാറ്. അതല്ല, ഞാൻ ഗ്രൂപ്പിന്റെ അല്ല, പുതിയ ലേബലിലായിരിക്കും അടിച്ചിറക്കാന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. വണ്ടി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. നല്ല വണ്ടികൾ ഇറക്കാൻ പറ്റണം. ഇറക്കാൻ പറ്റുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു നല്ല സന്തോഷമായിരിക്കും. അംബാസിഡറിന്റെ ഒരു ബാക്കിയായിട്ട്, അല്ലെങ്കിൽ കോണ്ടസൈഡ് ഒക്കെ ഒരു, അല്ലെങ്കിൽ അംബാസിഡർ ഇലക്ട്രിഫൈ ചെയ്യണ്ട, കോണ്ടസ് ഇലക്ട്രിഫൈ ചെയ്താലും മതി, നല്ല രസമായിരിക്കും കാണാൻ. അതേ പുറത്ത് ഔട്ടർ ഷെല്ലില് ഇലക്ട്രിഫൈ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. പുറമെ കാണുമ്പോൾ പഴയത് എന്താണോ അത്, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും, ഉള്ളിൽ മോഡേണൈസ് ചെയ്ത സാധനങ്ങൾ. ചിലപ്പോൾ അങ്ങനത്തെ വെറൈറ്റി പഴയ വാഹനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന കമ്പനികൾ വരുമായിരിക്കും. അങ്ങനെ വന്നത് നല്ലതായിരിക്കും ഞാൻ പറയുന്നത്. അതിന് അതിൻ്റെതായ മെനക്കേട് എവിടെയാ പറഞ്ഞു നിർത്തിയ. നമ്മള് കാറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് റെവല്യൂഷനൈസ് ചെയ്ത വണ്ടിയാണ്, ഗെയിം ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. അതിന്റെ പുറകെ വൈത്താലെയാണ്
എസ്റ്റീം ഇങ്ങനത്തെ സാധനങ്ങൾ, ജിപ്സി, ഒമ്നി, ഇതെല്ലാം. പിന്നെ അതിനുശേഷം സ്വിഫ്റ്റ് വന്നു, ഡിസയർ, സ്വിഫ്റ്റ്, പിന്നെ പിന്നെ ഓരോ കമ്പനികൾ ഇറങ്ങാൻ തുടങ്ങി. അതെ 800 മാറ്റി വെച്ചിട്ട് അതേ ഒരു ഇതിലേക്ക് വന്നത്, 800 സ്ഥാനത്തേക്ക് കയറി വന്നൊരു സാധനം ആൾട്ടോ ആണ്. ആ രീതിയിലേക്ക് വന്നത് എന്തായിരുന്നു, മൗണ്ടൻ ലയണോ, മൗണ്ടൻ കോട്ടോ എന്തോ പറയുന്നത്, മൗണ്ടൻ കോട്ട് എല്ലായിടത്തും വലിയേറി പോകാൻ പറ്റുന്ന. അതേപോലെ എനിക്ക് തോന്നുന്നത് പിന്നെ ബൈക്കുകളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു ഇത് കൊണ്ടുവന്ന് 2 സ്ട്രോക്കിന്റെ യുഗത്തെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി 4 സ്ട്രോക്കിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്ന വണ്ടിയാണ് സ്പ്ലെൻഡർ. ഹീറോയും ഹോണ്ടക്കാർക്ക് ഇന്ത്യയിൽ അവതരിക്കണമായിരുന്നു. ഹീറോയിനെ ടൈപ്പായി രണ്ടുപേരും കൂടെ കൊളാബറേഷൻ നടത്തിയിട്ട് ഒരു പടക്കം വണ്ടി അങ്ങ് ഇറക്കി. ആ വണ്ടിയാണ് അവരുടെ തുറുപ്പ് ചീട്ട്. ഇപ്പോഴും ആ രൂപത്തിൽ വലിയ ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന 2 വീലർ. അതിനൊരു കാണുമ്പോൾ ഒരു രസമാണ് ആ വണ്ടിക്ക്. അവരിപ്പോഴും അത് അങ്ങനെ തന്നെ മേടി നല്ല നല്ല ഇതായിട്ടുള്ള മോഡേൺ എഞ്ചിനൊക്കെ വെച്ച്, അതായത് 4 സ്ട്രോക്കിൽ 98 cc, 8-9 ഹോഴ്സ് പവർ, 4 സ്പീഡ്, അതായത് 60 കിലോമീറ്റർ കാലഘട്ടത്തിലെ എല്ലാ ഓഫീസിൽ പോകുന്ന ആൾക്കാരുടെയും കയ്യിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു. കമ്മ്യൂട്ടിങ് എന്താണെന്ന് പഠിപ്പിച്ച അല്ലെ, കമ്മ്യൂട്ടിങ് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് സ്കൂളിലെ മിക്ക സാറുമാർക്ക് ഈ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മറ്റേ ഈ അച്ചാച്ചൻ സർക്കാർ ജോലി ആയ സ്ഥിതിക്ക് അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ വണ്ടിയിലാണ് പോയിക്കൊണ്ട്. മറ്റേ അനിയത്തി പ്രാവിലാണ് ഇതിലാണ് മറ്റേ ചുമന്ന വണ്ടി, ചുമന്ന സ്പ്ലെൻഡർ അനിയത്തിപ്രാവിലാണ് ഒരു അത് കാരണം എന്തോ ഒരു പേര് ആ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു ഓളം ഉണ്ടാക്കിയ വണ്ടിയാണ്. അപ്പൊ അതായത് ഏറ്റവും വലിയ പാഷൻ ആയിരുന്നു പാഷൻ ഉണ്ടായിരുന്നു. എനിക്കൊന്നും നിറത്തിലാന്ന് തോന്നുന്നു. എന്നാൽ ആ വണ്ടി ഒരു ഇതാണ്. പക്ഷെ ഇതാണ് ഞാൻ ഹീറോ ഹോണ്ട ഇതിലുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറോയുടെ സ്പ്ലെൻഡർ ഓടിച്ചു. എനിക്ക് വിശ്വസിക്കും 2 വണ്ടി ഇപ്പോഴും ഒരേപോലെ തന്നെ. അതിന്റെ കോറില്ലേ, അതായത് ആ നിമ്പിൾ ആയ ബൈക്ക്. അതിന്റെ എനിക്ക് ഇപ്പോഴും ഓർമ്മ മറ്റേ നമ്മുടെ മാഷിന്റെ വണ്ടി ഓടിച്ചപ്പോ ഒരു മാഷിന്റെ വണ്ടി ഉണ്ടായിരുന്നു, സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. അത് ഓടിക്കുമ്പോ എന്താ ഗിയറൊക്കെ ഇടുമ്പോ എന്നാ സുഖം. അതിങ്ങനെ അലുവ മുറിക്കുന്ന പോലെയാണ് ഗിയർ. അത് വണ്ടി അറിയില്ല, ഗിയർ ബോക്സും അറിയാത്ത രീതിയിലാണ് വണ്ടി ഗിയർ. അതേ ഫീൽ തന്നെയാണ് പുതിയ വണ്ടിക്ക്. നമ്മൾ എന്തൊരു സ്മൂത്താ. അതേപോലെ ആ വെയിറ്റും ഇല്ല, നമുക്ക് ഇങ്ങനെ കുഞ്ഞു ഇതായി ഇങ്ങനെ കൊണ്ടുപോവാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് അവരെ ക്യാരക്ടർ ഇതുവരെ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് ആ ബൈക്ക് ഇത്രയും വിറ്റ് പോകുന്നത്. അതെ, 1 ലക്ഷം 1.5 ലക്ഷം ഹീറോയ്ക്ക് അതല്ലാണ്ട് വേറൊരു നല്ല തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞൊരു വണ്ടി ഇല്ലല്ലോ. അവർക്ക് സ്ഥിരം വിറ്റ് പോകുന്ന വണ്ടി അതുള്ള വേറെ അവരുടെ കമ്പ്യൂട്ടറുകളൊക്കെ അത്രയും വിറ്റ് പോകുന്നുണ്ടല്ലോ. അല്ല ഇതിന്റെ അത്ര ഇത് മതി, ഇതില് പൈസ ഉണ്ടാക്കാം അവർക്ക്. ഇതൊരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ വണ്ടി കുറെ നാളത്തേക്ക് വണ്ടി വാങ്ങണ്ട. അതെ, വണ്ടി അങ്ങ് ഓടുകയല്ലേ, കുതിര പോലെ ഓടുകയാണ്. എനിക്ക് തോന്നുന്നു ആ വണ്ടി ആ സമയത്ത് തുറന്നത് കൊണ്ടാണ് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല ടെക്നോളജി ഉള്ള വണ്ടികൾ പിന്നെ മറ്റുള്ള കമ്പനികൾ ഇറക്കാൻ. കാരണം അത് അത്രയും ലോങ് ടേം പ്ലാൻ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയായിരുന്നു. അത് അത്ര ഫ്യൂച്ചർ പ്രൂഫ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. അതുകൊണ്ടാണ് കാലത്തെ ഇതാക്കിയിട്ട് അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ആ വണ്ടി ആ കോർ ആ സെയിം എഞ്ചിൻ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നവര്. അതിന് ചെറിയ മാറ്റങ്ങൾ ഇതാക്കി അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നേ. അപ്പോ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിനെ മൊത്തത്തിൽ മാറ്റിയ ഒരു വലിയൊരു വാഹനമായിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ കാര്യം ആ ഒരു സമയത്ത് ഓളം ഉണ്ടാക്കിയ ബൈക്കുകൾ ഏതാ? പൾസർ ഇതാക്കിയ സ്പീഡ്, വേഗത, അതിനെ കുറച്ചും കൂടെ അതായത് ഒരു അറ്റാക്കിംഗ് പൊസിഷനിൽ ഇരുത്തിയിട്ട് പഠിച്ചു. പിന്നെ ഒരു പൾസർ 220 വന്നു, കുറച്ചും കൂടെ ഇതായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ഓളം സൃഷ്ടിച്ച ഒരു വണ്ടി FC ആണ്. FC ഇറങ്ങിയപ്പോൾ FZ-നെക്കാട്ടിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുമ്പോൾ ഏതാണെന്നറിയോ, FZ-നെക്കാട്ടിലും ഓളം ഉണ്ടാക്കിയ ബൈക്ക് ഏതാ? R15 V1. പക്ഷെ എനിക്ക് FC കുറച്ചും കൂടെ ആൾക്കാരിൽ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിലത്തെ ടയറായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. അതല്ല, അതിന് മുന്നേ വരെ ഇന്ത്യയുടെ മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു രൂപമുള്ള വണ്ടി ഉണ്ടായിരുന്നില്ല. അത് ശരിയാ. വെറും നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റൈലുള്ള ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതാണ് ആദ്യമായിട്ട് ഇറക്കിയ ഒരു നേക്കഡ് ബൈക്ക്. അതായിരിക്കും നേക്കഡ് സ്റ്റൈലിൽ നമ്മൾക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈല് ആയിരിക്കും ഒരു ബൈക്ക്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് എന്തോ ഒരു നേക്കഡ് ബൈക്കുകൾ. എനിക്ക് FZയുടെ ഹൈലൈറ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. മഞ്ഞ മോണോഷോക്കും വലിയ ടയർ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇന്ത്യയിലെ അതുവരെ ആൾക്കാർ ആരും അത്ര വലിയ ടയർ കണ്ടിട്ടുണ്ട്. 140-150 എങ്ങാണ്ട് ഇതിന്റെ സെക്ഷൻ ടയറായിരുന്നു. അതൊരു ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ഇങ്ങനെ 220 ഒരു വലിയ ഐക്കോണാണ്.
അതെ, അതൊന്നും പക്ഷെ അത്ര ഒരു ഓളം ഉണ്ടാക്കിയെന്ന് പറയാം. അല്ല 220 നിർത്തിപ്പോയിട്ട് പിന്നെയും കൊണ്ടുവന്നല്ലോ ഡിമാൻഡ് കാരണം. ഞാൻ പറയും ഡിമാൻഡ് കാരണം കൊണ്ടുവന്നു. ഒരു 220 ആൾക്കാർ അത്രയും വലിയൊരു എന്താ പറയാ, അത് ഭയങ്കര ഇതാ ആണല്ലേ. കാരണം അത് തിരിച്ചു കൊണ്ടുവന്ന വണ്ടി. എന്റെ കൂട്ടത്തിൽ ആരും അതേപോലെ 227 ഒരു ഭ്രാന്ത് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരാളുണ്ടല്ലോ, പൊന്നം മറന്നുപോയോ? അല്ല ആനന്ദ് ചേട്ടായി. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആർക്കും അങ്ങനെ 220 പക്ഷെ എല്ലാവർക്കും FC R15 ഇതിനെ പറ്റി അത് പറഞ്ഞപ്പോഴാ R15 കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വലിയൊരു വണ്ടിനെ കുറിച്ച് നമ്മൾ പറയാൻ വിട്ടുപോയി. ഏതാ? ആക്റ്റീവ. സ്കൂട്ടറുകളുടെ രാജാവ്. അതെ, അന്ന് രാജാവ് ഇന്ന് രാജാവ്. സ്മൂത്ത്നെസ് എന്താണ്, റൈഡിങ് ക്വാളിറ്റി എന്താണ്, എല്ലാം പഠിപ്പിച്ചു. എത്ര വെയിറ്റ് ചെയ്യണം, കയറ്റിക്കോ മോനെ, പറ്റുന്ന അത്ര കയറ്റിക്കോ, ഓടിച്ചോ. ഞാനുണ്ടല്ലോ, ഞാൻ എപ്പോഴായിരുന്നു എവിടെയോ പോയിട്ട് ഞാൻ റൈഡ് പോയി തിരിച്ചു ഞാൻ കണ്ടതാണ് ഒരാൾ ഈ ആക്റ്റീവാനത്ത് പുല്ല് കയറ്റി വെച്ചിട്ട് പുല്ലിങ്ങനെ ആട്ടിയിട്ടിട്ട്, ഞാനൊരു വീഡിയോ ആണോ കണ്ടത്, ഞാൻ ശരിക്കും കണ്ടാണോ എനിക്ക് സംശയം. ഞാൻ പക്ഷെ നേരിട്ട് കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മനസ്സിൽ. ഞാൻ നോക്കുമ്പോ ഇത് ഇയാൾ എടുത്തിട്ട് പുല്ലിന് വലുത് കിടക്കുക, കാലൊന്നും നിലത്ത് കുത്തുന്നില്ല, തൂകി കിടന്നിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ചിലപ്പോ വീഡിയോ എടുക്കണം, എന്റെ മനസ്സിൽ ഞാൻ നേരിട്ട് കണ്ട പോലെ എന്റെ മനസ്സിലിരിക്കുന്നത്. അതെ, ഞാൻ ആലോചിക്കും ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളൊരു ജനുവരി മാസത്തിൽ വണ്ടി ബുക്ക് ചെയ്തു. 1 കൊല്ലാണ് കാത്തിരുന്നത് ആ വണ്ടിക്ക്. 1000 രൂപയ്ക്ക് ബുക്ക് ചെയ്തിട്ട് 1 കൊല്ലം കാത്തിരുന്നിട്ടാണ് ആ സന്തോഷം ഉണ്ടല്ലോ. ആ വണ്ടി അന്ന് ഞങ്ങൾ എടുത്തപ്പോൾ ഉള്ള സ്മൂത്ത്നെസ് എന്താണോ അതേ സ്മൂത്ത്നെസ് ഇപ്പോഴും ഉണ്ട് ആ വണ്ടിയിൽ. ഒരു വിഷയമല്ല. അതാണ് എഞ്ചിൻ ക്വാളിറ്റി, അതാണ് വണ്ടിയുടെ സ്മൂത്ത്നെസ്, അതാണ് എന്താ പറയാ അതിൻ്റെതായ ചെറിയ ചെറിയ വ്യവസ്ഥകൾ. പക്ഷെ എന്നാലും എന്താ ഒറ്റ ചാടിക്ക് സ്റ്റാർട്ടാകും, ഓടും, ഒരു വിഷയം. അതായത് എന്താ പറയാ, അവര് 5 കൊല്ലായി 5 ജനറേഷനിൽ ഒരേ വണ്ടി തന്നെ ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു വലിയ വ്യത്യാസം എനിക്ക് തോന്നി എഞ്ചിനിൽ കൊണ്ടുവന്ന ചെറിയ ചെറിയ കോസ്മെറ്റിക്കും അല്ലാണ്ട്. കോറ 110 cc തന്നെയാണ് അവർ. ആദ്യത്തെ 100 cc ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ വണ്ടിയില്. പിന്നെയുള്ള നമ്മുടെ മോഡൽ തൊട്ടിട്ട് 110 ആക്കി. അതാണ് ശരിക്കും ആക്റ്റീവയുടെ ഒരു രൂപം. ആ ഒരു ആക്റ്റീവയുടെ രൂപം എല്ലാവരും പിടിച്ചു വെച്ചാൽ അതായത് ആ മെറ്റൽ ബോഡി ഉള്ള വണ്ടി. പിന്നെ ഉള്ളതിൽ 3G തൊട്ട് മെറ്റൽ ബോഡി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു വണ്ടി. പക്ഷെ ആക്റ്റീവ ഇപ്പോ എനിക്ക് തോന്നുന്നില്ല അതാണ് ബെഞ്ച് മാർക്ക്. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നല്ല നല്ല വണ്ടികൾ അവര് വികസിക്കാൻ കൂട്ടാക്കിയില്ല. അതായത് അപ്ഗ്രേഡ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. ആ സാഹചര്യത്തില ആ ഒരു എന്താ പറയാ ആ ഗ്യാപ്പിലാണ് ബാക്കിയുള്ളവർ പിടിച്ചു കയറി. അതിനെ ആക്റ്റീവിനെക്കാളും വേറെ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ആക്റ്റീവ് തന്നെ വാങ്ങും. അതാണ് ഏറ്റവും വലിയ സാധനം. അങ്ങനെ വന്നിട്ടും ഇപ്പോഴും നമ്പർ 2 ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന വണ്ടി ഏറ്റവും സ്പ്ലെൻഡർ. ഓക്കെ, ഞാൻ സ്കൂട്ടറിന്റെ കാര്യത്തിൽ നമ്പർ 1 അതാ ഞാൻ ചോദിച്ചു. സ്കൂട്ടറിന്റെ കാര്യത്തിൽ ആൾക്കാർ ആക്റ്റീവ് തന്നെ. അതായത് എനിക്കൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഉള്ള സ്ഥലം ഉല്ലാസ്നഗറാണ്, മഹാരാഷ്ട്രയിൽ. ഞാൻ പോയതാണ് പണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ് വിശ്വസിച്ചില്ല. ബോംബെയിൽ അവിടെ പോയ മുക്കിലും മൂലയിലും ആക്റ്റീവ് ആണ്. അവിടെ അറിയില്ല, ഒരു സമയത്ത് അതായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ. അവിടെ നല്ല പൊതുവെ നോർത്തിൽ പോയ ഏത് സ്കൂട്ടർ ആക്റ്റീവ് ഇല്ലാത്ത ആൾക്കാർ അതാണ് ആക്റ്റീവ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കോളേജിൽ മിക്ക ആൾക്കാരും ആക്റ്റീവ് വന്നുകൊണ്ടിരുന്നത്. ആക്റ്റീവ എന്നുള്ള ബ്രാൻഡ് നെയിമിന്റെ പവർ. അതായത് ഞാൻ പഠിച്ച കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ആക്റ്റീവയുടെ എല്ലാ തലമുറയും കാണാൻ പറ്റുമായിരുന്നു. അന്ന് ഇറങ്ങിയ ഞാൻ പഠിക്കുമ്പോൾ 4G വരെ ഇറങ്ങിയിട്ടുണ്ടോ? 2018 4G ഇറങ്ങിയിട്ടുണ്ടോ? 4G ഉണ്ടെന്ന് അന്നാ 4G തൊട്ട് മറ്റേ പഴയ ആക്റ്റീവ് തൊട്ട് 4G വരെ കാണാം. എല്ലാവരുടെ കയ്യിലും പല സൈസ് ആക്റ്റീവുകളാണ്. ഈ ബൈക്കും മറ്റേ വണ്ടികളൊക്കെ വരുന്നൊരു വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. എല്ലാവരും എത്ര തവണ പോയിട്ടുണ്ട് അങ്ങനെ. അവിടെ ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട, പോലീസിനെ കണ്ട് ഇറങ്ങി ഓടിക്കോളൂ. അല്ല, ആക്റ്റീവ് ഒരു വലിയ വികാരത്തെക്കാൾ ഉപരി ഒരു വലിയൊരു ബെഞ്ച് മാർക്കാണ് ആക്റ്റീവ്. സ്കൂട്ടറുകളുടെ ക്വാളിറ്റി എന്തായിരിക്കണം, എന്താ സ്മൂത്ത്നെസ് എന്ന് പഠിപ്പിച്ച ആ വണ്ടിയുടെ ബെഞ്ച് മാർക്ക്, ആ ഒരു അത് ബേസ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ആക്സസും ഈ കാണുന്ന എൻടോർക്ക് എല്ലാം ഉണ്ടായി വന്നത്. എല്ലാ വണ്ടികളും ഉണ്ടാവാൻ വികസിക്കാനുള്ള വേറെ വണ്ടികളൊന്നും ഉണ്ടാകാൻ സാധ്യത. കാരണം എനിക്ക് തോന്നുന്നു ഇവര് ഈ ആക്റ്റീവയ്ക്ക് മുന്നേ തോന്നുന്നു ആക്സസുകാർ ഡിസ്കവറിക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. ആക്സസുകാർ അതിന് മുമ്പ് ഡിസ്കവറിക്ക് കൊണ്ടുവരാൻ തുടങ്ങിയായിരുന്നു. ഈ ആക്റ്റീവ് എന്നിട്ടും ഈ സാധാ ഡ്രമ്മിലല്ലോ ആക്റ്റീവ്. അതാ പറഞ്ഞേ, ഇവരുടെ കുഴപ്പം അതാണ്. ഇവരിത് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഇല്ലാണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ
ഞാൻ 5 ജനറേഷനിൽ ഏകദേശം ഒരേപോലെ തന്നെ പൊക്കോണ്ടിരുന്നത്. മറ്റേ ആ ഗൈഡർ ഫോർക്കും വെച്ച് ആ ഡ്രം ബ്രേക്കിലാണ് പൊക്കോണ്ടിരുന്നത്. ഈ 6ാമത്തെ ജനറേഷൻ ഇറക്കിയപ്പോഴാണ് ഇവർ ടെലിസ്കോപ്പിക് ഫോർക്കും അതേപോലെ ഡിസ്ക് ബ്രേക്കും കൊടുക്കാൻ തുടങ്ങിയത്. ABS ഉണ്ടോ? അതോ ABS ഇല്ല, 110cc അല്ല, അതിലെന്തിനാ ABS? അല്ല ഞാൻ പറഞ്ഞു ചോദിച്ചാ. അപ്പൊ അതാണ് ആക്ടിവയുടെ പതനത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവര് വേറെ കാര്യമാണ് അതിന്റെ എഞ്ചിൻ. ഇപ്പൊ എഞ്ചിന്റെ റിഫൈൻമെന്റ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓണാക്കിയാൽ പോലും അറിയത്തില്ല അങ്ങനത്തെ ഇത്. അന്ന് നീ ആരുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന ഇത് അയ്യോ അതിപ്പോ എന്താ പറയാ, നമ്മുടെ ഈ വണ്ടി അതും കൂടെ നമ്മൾ സ്ഥിരം ചെയ്ത് ഓടിക്കുന്ന അതും വെച്ച് നോക്കുമ്പോ അത് കേട്ട് കണ്ണ് തള്ളിപ്പോയി. സത്യം പറയാം. അങ്ങനെ അതിന്റെ അകത്ത് ആ എഞ്ചിൻ ഓണായി നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഇതിന്റെ റാറ്റലിങ്ങുകളൊന്നുമില്ല, പാർട്സുകളൊന്നുമില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞ സംഭവം ചീപ്പ് പാർട്സ് വെച്ചിട്ടാണ് അടിച്ചു വിടുന്നത്. അത് ഈ വണ്ടികളുടെ ഒക്കെ അതേപോലത്തെ ക്വാളിറ്റിയിൽ നമ്മുടെ ഒക്കെ ബൈക്കിന്റെ എഞ്ചിനൊക്കെ കൊടുത്ത് എന്ത് രസമായിരിക്കും അല്ലേ? പക്ഷെ അതാ എനിക്ക് പക്ഷെ അത്ര ഇതായിട്ട് എനിക്ക് കുറച്ചുകൂടെ വണ്ടിയായിട്ട് കണക്ട് ആണ്. ഇച്ചിരി എനിക്ക് അങ്ങനത്തെ വണ്ടികളാണ് ഇഷ്ടം. അതെ. അപ്പോൾ ആക്റ്റീവയുടെ കാര്യം ഭയങ്കര ഇതാണ്. ആക്റ്റീവ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം കൂടി ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക സൈഡാണ് ആക്റ്റീവനോട്. പലവട്ടം വീട്ടിൽ ഇത് ആ വണ്ടി കൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ തടഞ്ഞു. കാരണം ആ വണ്ടി കൊടുത്താൽ പിന്നെ അതേപോലത്തെ ഒരു വണ്ടി വരെ കിട്ടിയെന്ന് വരില്ല. ഞങ്ങൾ 4 പേര് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അതെ, ഞങ്ങളെല്ലാവരും വണ്ടി ഓടിക്കാൻ പഠിച്ചതാ വണ്ടി. ഞാൻ കുറെ വട്ടം വീണിട്ടുണ്ട്. അതേപോലെ ഞാൻ അത് പറയാനുണ്ട്. ഒരു കൊല്ലം കാത്തിരുന്നിട്ട് എനിക്ക് ഒന്ന് വാങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി മറിച്ചിട്ട്, ചെറിയ പ്രായത്തിൽ ആദ്യമായിട്ട് വണ്ടി വെക്കേണ്ടത് കഴപ്പ് കാണിച്ചിട്ട് തെഞ്ഞ് അടിച്ച് വീണ് മറിച്ചിട്ട് അനുഭവങ്ങൾ പലതുണ്ട്. അതിൽ ഓർമ്മകളും പലതുണ്ട്. ആക്റ്റീവ പലർക്കും എനിക്ക് പലരും വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലാണ്ട് പോലീസുകാരെ വെട്ടിച്ച് ഓടിയതും പലരും വണ്ടി ഓടിക്കാൻ പഠിച്ചത് സ്പ്ലെൻഡറിലും ആക്റ്റീവയിലായിരിക്കും. ക്ലാസ്സിൽ ടീച്ചർമാർ വീട്ടുകാർ അറിയാണ്ട് അവിടെ കൊണ്ടുപോയിട്ട് മൂലയിൽ മാറ്റി വെച്ചിട്ട് ആൾക്കാർ അറിയാണ്ട് ഓടി കുറച്ച് മാറ്റി വന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 പഠിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ആ വണ്ടിയിൽ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് നമുക്ക് പറയാൻ പറ്റിയത് കാറുകളിൽ എനിക്ക് ഇനി അധികം പറയാനൊന്നുമില്ല. കാറുകളിൽ പിന്നെ എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഇതേപോലെ വണ്ടികളെല്ലാം വന്നിട്ട് വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയത് നാനോ ഇറങ്ങിയതിന് ശേഷമാണ്. ചെറിയ പൈസക്ക് ആൾക്കാർക്ക്. പക്ഷെ ആ വിപ്ലവം അത് അവരെന്തുദ്ദേശിച്ചു അത് തന്നെ അവർക്ക് ബാക്ക് ഫയർ അവര് കൃത്യമായിട്ട് എനിക്ക് സർവീസിനെക്കാളും ഉപരി അവരതിനെ മാർക്കറ്റ് ചെയ്ത ടേം തെറ്റിപ്പോയി. അവരതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്തെന്നറിയോ? എന്താ 1 ലക്ഷം രൂപ ചീപ്പസ്റ്റ് കാർ ഇൻ ദ വേൾഡ്. പൊന്നാലോചിക്കുക, ഇത് ചീപ്പസ്റ്റ് കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അർത്ഥം എന്താ? ഏറ്റവും ലോക്കൽ വണ്ടി. ശരി പറഞ്ഞാൽ ഇത് ടൈനിയസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബെസ്റ്റ് കാർ അങ്ങനെയൊക്കെ ഇതാക്കിയായിരുന്നെങ്കിൽ അത് അദ്ദേഹം ഈ രത്തൻ ടാറ്റ അവസാനം അതിനെ കുറിച്ച് പറയുകയും ചെയ്തു. ഇതിന്റെ പതനത്തിന് കാരണം ഈ മാർക്കറ്റിംഗ് ഇതായിപ്പോയ ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റിപ്പോയ പുള്ളി വലിയ ആഗ്രഹം. കാരണം പുള്ളിയുടെ എന്തോ ഒരു ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു കാർ എന്തുകൊണ്ടാന്നുള്ള കേട്ടിട്ടുണ്ടോ? പുള്ളി ഒരു കാറിൽ ഇങ്ങനെ പുള്ളിയുടെ ഇതിലേക്ക് പോകുമ്പോൾ മഴ നോക്കുമ്പോൾ പുള്ളി സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു 4 പേരെ വെച്ചൊരു ഫാമിലി ബൈക്കിൽ മഴ നനഞ്ഞു കിടാതെ അത് കണ്ട പുള്ളി ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി. അപ്പൊ പുള്ളി തീരുമാനിച്ചു ഇങ്ങനെ ഒരു എല്ലാവർക്കും ആൾക്കാർ വരും. നല്ലൊരു ഐഡിയ ആയിരുന്നു. പക്ഷെ വണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഒന്നാമത്തെ കാര്യം ഇതിന്റെ മാർക്കറ്റിംഗ് തെറ്റിപ്പോയി. ഇത് ഡിലേ വന്നു. ഇതിന്റെ പ്ലാന്റ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയുടെ വണ്ടി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 2-2.5-3 ലക്ഷം രൂപയായി. അതിനേക്കാൾ ഉപരി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പല വണ്ടികളും കംപ്ലൈന്റ് തുടക്കൊണ്ട് കത്ത് തീ പിടിക്കുക ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ എല്ലാം പതുക്കെ പോയി. പക്ഷെ ആ വിപ്ലവം മൊത്തത്തിൽ ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു ഒരു ജെനെക്സ് XTA അതായത് ഓട്ടോമാറ്റിക് നാനോ ഒരു ബെസ്റ്റ് സിറ്റി വണ്ടിയാണ്. എല്ലാവർക്കും ഓടിക്കാൻ പറ്റുന്നത്. നമ്മുടെ നേരത്തിൽ എന്തോ നാനോകൾ നമ്മൾ കാണുന്നുണ്ട്. 10-30 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് 2 സിലിണ്ടർ എഞ്ചിൻ വെച്ച് അത്യാവശ്യം ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓഫീസിലൊക്കെ കവർ ചെയ്ത് പോയി വരാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ല സുഖത്തിൽ പോയി വരാൻ പറ്റുന്ന ഒരു വണ്ടി. പണിയിൽ മെനക്കേടാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ എഞ്ചിൻ ഇരിക്കുന്ന ഭാഗം ഇതെല്ലാം ആക്സസ് ചെയ്യാനൊക്കെ കുറച്ച് മെനക്കേടാ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ അത് കോംപ്രമൈസ് ഉണ്ട്. പക്ഷെ ഒരു ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടൊരു ചീപ്പായിട്ട് വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷ കൊടുത്ത് വിജയിക്കാണ്ട് ചീപ്പ് എന്നുള്ള വാക്കാണ് അവിടെ പറ്റിപ്പോയത്. ഒന്നാമത്തെ വലിയ അടി. അതിനേക്കാളും ഒരു ഏറ്റവും ബഡ്ജറ്റ് അഫോർഡബിൾ വണ്ടി എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്തായിരുന്നു ബെസ്റ്റ് ആയേനെ. എന്താണേലും അതൊരു നല്ലൊരു കാറുകളിൽ പിന്നെ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ പറയുന്ന വാക്ക് എന്താണ്? ഒരു ഓളം ഉണ്ടാക്കി ഒരു വ്യത്യസ്തമായ ഒരു ഐഡിയയിൽ വന്നൊരു വണ്ടി പോയി. പക്ഷെ അതിനുശേഷം അങ്ങോട്ടേക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാറുകളുടെ സെഗ്മെന്റിൽ അങ്ങനത്തെ ഒരു ഓളം ഉണ്ടായിട്ടുണ്ട്. ആര്യനെ പറ്റി പോയി അഭിപ്രായം എന്താ? അപ്പൊ ആര്യ കണ്ടില്ല ടാറ്റയുടെ അറിയത്തില്ല സംസാരിച്ചിട്ട് കാര്യമില്ല. ടാറ്റയുടെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആര്യ എന്ന് പറഞ്ഞിട്ട്. എന്താ ആ ഇന്നോവ പോലത്തെ വണ്ടിയാണോ? ഇന്നോവ പോലത്തെ വണ്ടി, വലിയൊരു വണ്ടി.
വലിയ JBLന്റെ സ്പീക്കർ, ലെതർ സീറ്റ്. ആ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നോളജി ഒരു വണ്ടി നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. അത്രയും ടെക്നോളജി കൊണ്ട് ഇറക്കിയ വണ്ടിയാ. വണ്ടി ചീറ്റിപ്പോയി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയെ പോലത്തെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി കമ്പനി അത് പറഞ്ഞപ്പോഴാണ് ഇതേപോലെ ഓളം ഉണ്ടാക്കിയ നീ പറഞ്ഞു ടാറ്റ ഇതാക്കിയ ഒരു കമ്പനി, ബജറ്റ് ഫ്രണ്ട്ലി വണ്ടി ഇറക്കിയ കമ്പനി 10-16 ലക്ഷം രൂപയുടെ വണ്ടി അന്ധകാലത്ത് 2010-ലോ 2008-എങ്ങാണ്ട് ഇറക്കിയപ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഭയങ്കര അട്ടർ ഫെയിലിയർ ആയിരുന്നു ആ വണ്ടി. പിന്നെ ഏതാ പറയാൻ വന്നേ? അല്ല, ഞാൻ പറഞ്ഞപ്പോഴാണ് ഇന്നോവ പോലത്തെ വണ്ടി എന്ന് പറയും. ഇന്നോവ ശരിയാ, ഇന്നോവ പറയുന്നതിന് മുമ്പ് ഏതാണെന്നറിയോ? ഒരെണ്ണം കൂടി ഉണ്ട്. ഇന്നോവ പറയുന്നതിന് മുമ്പ് ഒരു വണ്ടി കൂടെ പറയാനിട്ട് ടാറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇൻഡിക്ക. ആദ്യത്തെ ഇന്ത്യൻ മെയ്ഡ്, ഇന്ത്യൻ ഡിസൈൻഡ്, ഫുള്ളി അസംബിൾഡ് ഇൻ ഇന്ത്യൻ കാർ. ആദ്യത്തെ ഇന്ത്യൻ മെയ്ഡ് കാറാണ്. ടാക്സിക്കാരുടെ സ്വത്ത് അങ്ങനെ വേണം പറയാൻ. ഒരു കാലത്ത് എല്ലാവരും ഇൻഡിക്ക V2 ആയിരുന്നു ഉണ്ടായിരുന്നു. ഇൻഡിഗോ അല്ലല്ലോ, ഇൻഡിഗോയും ഉണ്ടായിരുന്നു. ഇൻഡിക്കയാണ് മെയിൻ, അതായത് ഹാച്ച്. അതിനുശേഷം തോന്നുന്നു ഇൻഡിഗോ ആയതില്ലേ? അത് ഇൻഡിഗോ അല്ല, ഇൻഡിക്ക ഉണ്ട്. അതോ ഇൻഡിക്ക വേറെ ഇൻഡിക്ക ഇത്, അതായത് പണ്ട് ഞാൻ അതായത് ഇൻഡിക്കയുടെ ഫുൾ ഫോം എന്താ അറിയോ? ഇന്ത്യൻ കാർ എന്തോ ആണ്, അതിന്റെ ഷോർട്ടാണ് ഇൻഡിക്കാറിലെ ഇൻഡിക്ക. അപ്പൊ ഇൻഡിക്ക എന്താന്ന് പറഞ്ഞാൽ ഇൻഡിക്കയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡീസൽ എഞ്ചിൻ വെച്ചിറക്കിയ വണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ എഞ്ചിൻ അല്ല, ഡീസൽ എഞ്ചിൻ വെച്ചിറക്കിയ ഇതാണ്. എഫിഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് ടാക്സിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയായിരുന്നു. ടാക്സിക്കാർ എനിക്ക് ഇതൊക്കെ വരുന്നത് അതിനൊക്കെ മുമ്പ് അംബാസഡർ കഴിഞ്ഞിട്ട് ഈ വണ്ടിയായിരുന്നു. കുറച്ച് നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ടാക്സി വണ്ടിയായിട്ട് ഇപ്പോഴും ഓടുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇന്ത്യക്ക. പക്ഷെ ചിലത് പഴകി കഴിഞ്ഞാൽ ഫുള്ള് പുകയും അതെല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതല്ല, ഒരു ഇന്ത്യൻ സമൂഹത്തിലൊരു നമ്മുടെ അഭിമാനമാണ്. കാരണം നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ മെയ്ഡ് കാറാണ്, ഇന്ത്യയിൽ ഫുള്ളി അസംബിൾഡ് ഡിസൈൻ ചെയ്ത ഒരു വണ്ടി. അങ്ങനെ ഒരു വണ്ടി ഇന്ത്യയിൽ ടാറ്റക്കാർ റിസ്ക് എടുത്ത് ഇറക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പല വണ്ടികൾ സ്വന്തം ഇവിടെ എനിക്ക് തോന്നുന്നു അല്ലേ, അതിന് പ്രചോദനം കിട്ടുക. അതിന് മുമ്പ് വരെ മറ്റുള്ളവരുടെ ഡിസൈൻ കോപ്പി അടിച്ച് നമ്മൾ ചെയ്യുക, ഇതാക്കലായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്തത് കൊണ്ടായിരിക്കും. പിന്നെ അതാണ് ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ കോളിസിനെക്കാളും പറയാൻ പറ്റും ഇന്നോവയാ. കോളീസ് അത്ര ഓളം ഉണ്ടാക്കിയ വണ്ടിയല്ല. കോളിസുകാർക്ക് എന്താ അവര് ഷെവർലേക്ക് എന്താ പറ്റുന്നുണ്ട്, അവര് ആ ഡിസൈൻ മാറ്റി ഇന്നോവ വന്നപ്പോ. അല്ലല്ല, പൊന്നെ ടവേരയുടെ കാര്യം പറയുന്നത്. ഷെവർലയുടെ വണ്ടി ടവേര, കോളിസ് പഴയ ടൊയോട്ട. ഞാൻ ടവേരയുടെ കാര്യമാണ് ഞാനിപ്പോ ഉദ്ദേശിച്ചത്. ഈ ഷെവർലേക്ക് ടവേരൊക്കെ ഫെയിലിയർ ആയി പോയ വണ്ടി, നല്ല വണ്ടിയായിരുന്നു. പക്ഷെ വേറെ എന്താന്ന് പറയാ, എല്ലാം ഈ കോളിസ് ടവേര നോക്കി വലിയ വ്യത്യാസമില്ല. ഇവര് സെയിം. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം മറ്റൊരു ഈ ജപ്പാനിലോ എവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ഡിസൈൻ ചാമ്പിട്ടാണല്ലോ ഇവരെല്ലാം. ജപ്പാൻ ഡിസൈൻ ആയിരുന്നു ഈ കോളിസിന്റെ. ശരിക്കും സെയിം ഡിസൈനില് പല വണ്ടികൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. കോളിസിന്റെ ഡിസൈനില് ഞാനൊരു ഡോക്യുമെന്ററി ഇത് കണ്ടപ്പോൾ ഈ കോളിസിന്റെ ഈ മറ്റേ ചാമ്പി ഡിസൈനിൽ നിന്ന് അതേ ഇത് വെച്ചിട്ട് പല കമ്പനികൾ വേറെ വേറെ ഡിസൈനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പേരാണ്. അപ്പൊ അത് പിന്നെ അധികമുള്ളതാണ്. പക്ഷെ ഒരിടയ്ക്ക് നമ്മള് ടൂറിന് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ കോളിസ് എല്ലാവരും വിഷമായിരുന്നു. ഇന്നോവ വന്നതിന് ശേഷം അതിനുശേഷം ഒരു 10-20 കൊല്ലം ഇന്നോവ ബ്രാൻഡായി, ബെഞ്ച് മാർക്കായി പോയി. ടാക്സിക്ക് വേണ്ടിയുള്ള വണ്ടിയാണ്. അതെ, ടാക്സിക്ക് ആൾക്കാരെ വെച്ച് പോവാൻ, ലഗേജ് കയറ്റി പോവാൻ. അതായത് ആ 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനും കൊണ്ട് വന്നു. ഇന്നോവക്കാരുടെ കാര്യം പറയുള്ളൂ. ഈ വയനാട് ചുരത്തിൽ കൂടെ പോയവർക്കറിയാം, ഈ ഇന്നോവക്കാർ അവിടെ ഏത് ഗ്യാപ്പ് ഉണ്ടാലും കുത്തി കയറ്റി പോയി. ഞാൻ എപ്പോ പോയി കഴിഞ്ഞാൽ ചുരത്തിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇന്നോവക്കാർ കുത്തി കയറ്റി വരുന്നു. വേറൊരു വണ്ടിക്കാർക്ക് ഈ ഒരു ഇവര് വന്ന് ഏത് ഗ്യാപ്പ് വേണ്ടാലും കുത്തിക്കയറ്റി പോകുന്നതാണ്. അതായത് ഇന്നോവ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മാർക്കറ്റിൽ ആ സമയത്ത് അത്യാവശ്യം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും സ്മൂത്ത് ആയിട്ട്, ഇത്രയും റിലയബിൾ ആയിട്ട്, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഇന്നോവയൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്ന് ഓയിൽ ഇന്നോവ വാങ്ങിച്ച ടൊയോട്ടയുടെ പ്രത്യേകത ഓയിലൊന്നും മാറ്റിയില്ല കുഴപ്പമില്ല, അത് കിലോമീറ്ററോളം ഓടിക്കും. അതായത് ഇതാണ് ഇന്നോവ വാങ്ങിച്ച ഓണർ മരിച്ചാലും വണ്ടി ഓടും. അതാണ് ഞാൻ എവിടെയുണ്ട് കത്തിപ്പോയ ഇത് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ചോണ്ട് വണ്ടി മൊത്തം ഇടിച്ച് തകർന്ന് കത്തി കിടക്കുക, എന്നാലും സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചോണ്ട് പോകുന്നത്. അതാണ് ടൊയോട്ടയുടെ ക്വാളിറ്റി. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഇരിക്കുന്നു ഇന്ത്യയിൽ പിന്നെ ആ സമയത്ത് വേറെ കണ്ടിട്ട് പോലുമില്ല. അത് അതായത് 16 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയൊരു ഇന്നോവ തമിഴ്നാട്ടിലുണ്ട്. 16 ലക്ഷം കിലോമീറ്റർ. അത് ഇന്നോവ ഓടുന്ന ആൾക്കാർ 10 ലക്ഷത്തിൽ കുറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ആ ഇന്നോവകളൊന്നും. അതായത് ഇന്നോവയിൽ ചെയ്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അവരുടെ
അവരുടെ എൻജിൻ 2.5 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർ ഉണ്ടാക്കാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ വണ്ടി റിലയബിൾ ആക്കാൻ ലോങ് ടേം ആക്കാൻ വേണ്ടി പവർ അങ്ങ് കുറച്ചു. അപ്പൊ എന്താന്ന് പറയാ, വണ്ടിക്ക് സ്ട്രെസ് ഇല്ല. കാരണം വണ്ടിക്ക് ഇതിലും കൂടുതൽ പവർ എടുക്കാൻ പറ്റും, പക്ഷെ വണ്ടി അതിന്റെ ആവശ്യത്തിനുള്ള 70% എടുക്കുന്നുള്ളൂ. അങ്ങനെ ആ ഒരു സംഭവം ചെയ്തത് കൊണ്ടാണ് ഈ വണ്ടി ഇപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ക്വാളിറ്റിയും അതേപോലെ ഈ പറഞ്ഞ ഇതും നമ്മുടെ ട്രാവലിംഗ് അല്ല എന്താ തന്നെ കംഫർട്ടോ അല്ലല്ലോ, നമ്മുടെ ഈ പരിപാടിക്ക് എന്താ പറയുക കൊണ്ടുപോകുന്ന ടാക്സി ഇൻഡസ്ട്രിയില് ഇപ്പോഴും ബെഞ്ച് മാർക്ക്. ഇപ്പോഴും പഴയ വണ്ടി ഇന്നോവ കളഞ്ഞൊരു പുതിയ വണ്ടി ക്രിസ്റ്റ എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ടാക്സിക്കാർ ഏറ്റവും മറ്റേതാണ് നമ്മുടെ എറ്റിയോസ് ആണ് ആൾക്കാർ അത്ര വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ടാക്സിക്കാരുടെ മെയിൻ ഒരു വാഹനം. മാർക്കറ്റ് തിരിച്ച വണ്ടിയൊന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞത് എറ്റിയോസിന് മുമ്പ് ഇതുണ്ടായിരുന്നു, ഇത് ഡിസയർ ഉണ്ടായിരുന്നു. ഡിസയർ ഉള്ളതുകൊണ്ടാണ് എറ്റിയോസ് അവർ ഇറക്കിയത്. പക്ഷെ എറ്റിയോസ് ഫെയിലിയർ അവസാനം കണ്ടില്ല, അത് നിർത്തേണ്ടി വന്ന വണ്ടി അവര് ഇതിന്റെ ഇത് വന്നിട്ട് അതിന്റെ ഇത് വന്നിട്ട് അത് കൊല്ലണ്ടി വന്ന വണ്ടീനെ. അല്ല ഇതാണ് പിന്നെയുള്ള എനിക്ക് തോന്നുന്നത് ശരിയാ, ഇന്നോവ ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവന്നു. പജേറോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി മാറ്റം കൊണ്ടുവന്നു. അതൊക്കെ ഒരു ലക്ഷറി വണ്ടി ആയിരുന്നു ആ സമയത്ത്, കുറച്ചിറങ്ങിയ ലക്ഷറി മാർക്കറ്റിൽ വണ്ടികളും ഇല്ല. അപ്പൊ അത് നമ്മൾ കാറുകളിൽ അതിനുശേഷം പിന്നീട് ഒരു പുതിയ താറ് ഫസ്റ്റ് ജനറേഷൻ താർ എനിക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 4 വീൽ ഓഫ് റോഡിനെ ശരിക്കും പറഞ്ഞാൽ മാറ്റിയത് താറല്ലേ. ജീപ്പിന് ശേഷം പിന്നെ നിർത്തിയിട്ട് പിന്നെ താറങ്ങ് വരികയല്ലേ ചെയ്തത്. പക്ഷെ അതാണ് ഇതിന്റെ ഒക്കെ മുന്നേ ജീപ്പ് ഉണ്ടായിരുന്നു, അതാണ് കാര്യം. അത് ശരി, അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പത്തെ പുതിയ താറ് നോക്കിയാൽ ഇതൊന്നും ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ വന്നല്ലാണ്. ഇന്നോവയൊക്കെ വന്ന പോലത്തെ ഒരു ഇടിച്ചു കയറി നിന്നിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി നിന്ന ആൾക്കാരല്ല ഇതൊന്നും. പോളോ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പവർ ഇല്ല, അങ്ങനത്തെ ഒരു ഓള. കാരണം ഇതിന്റെ എന്താ അതാണ് പറഞ്ഞത്, ഇതിന്റെ ഒക്കെ മുന്നിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഓള സൃഷ്ടിച്ചവര്. ഇത് സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ മെയിൻ്റനൻസ് ഇതും കാരണം ആൾക്കാർ എത്ര പേര് ഇത് എടുത്തിട്ടുണ്ട്, അതാണ് കാര്യം. ഇത് കുറച്ച് ആൾക്കാർ നമ്മൾ മാർക്കറ്റിൽ ഓളം ഉണ്ടാക്കിയല്ലേ ചോദിക്കുന്നത്, മാർക്കറ്റിൽ ഇതൊന്നും ഓളം സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ അതാ ചോദിക്കുന്നത്, കാറിന്റെ സെഗ്മെന്റ് ഇല്ല. ആ ഇന്നോവയ്ക്ക് ശേഷം പിന്നീട് ഒരു ഓള ലെവലിലുള്ള വേറൊന്നും. കാരണം അതിനുശേഷം നീ ആലോചിച്ച് നോക്ക്, പിന്നെ ഇന്നോവേഷൻ ഒന്നും നടക്കുന്നില്ല, പുതിയ വണ്ടികൾ ഇറങ്ങുന്നില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ മാറ്റി എന്നല്ലാണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാ വകഭേദങ്ങൾ ഇപ്പൊ വന്ന എല്ലാ വണ്ടികളും എല്ലാ കമ്പനികളും ഒരേപോലെ ആയി തുടങ്ങി. ശരിയാ, ഇന്നോവ ഒരേപോലെ ഇറക്കി. ടാറ്റയ്ക്കുണ്ട് ഇന്നോവയുടെ അതേ ഷേപ്പിലൊരു സാധനം, പുതിയ മറ്റേ ടാറ്റയുടെ സാധനമുണ്ട്. പിന്നെ ഏത് വണ്ടിക്ക് അതേപോലത്തെ ഇതുള്ള മാരുതി ഇറക്കിയിട്ടുണ്ട്. ഇന്നോവയുടെ അല്ല ടൊയോട്ടയുടെ അതന്നെ ഇന്നോവയുടെ ചാമ്പിയിട്ട് മാരുതി അതേ സെയിം സാധനം ഇറക്കുന്നുണ്ട്, വേറെ പേരിൽ ഇൻവിക്റ്റ എന്തോ പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. ഇതെല്ലാം വന്നു നോക്കുമ്പോൾ ഇത് മേളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്. ഇപ്പൊ സെഡാന് നോക്കുകയാണെങ്കിൽ മേളിൽ നോക്കി എല്ലാം ഒരേപോലെ. ചിലതിന് സൺ പ്രൂഫ് ഉണ്ടാവും അല്ലാന്നുള്ളൂ, ഇതിന്റെ നീളവും ഷേപ്പ് ഏകദേശം എല്ലാം ഒരേപോലെ. അപ്പൊ കാറിൽ അങ്ങനത്തെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. ബൈക്കിൽ 1-2 കൂടി എനിക്ക് പറയാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം FZ അല്ല, R15 എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് സ്റ്റൈൽ ബൈക്ക്, പ്യുവർ. അതായത് ധൂമ് കണ്ട് വളർന്ന ആൾക്കാർക്ക് സ്പോർട്സ് ബൈക്കിന്റെ ഒരു ഹയാബൂസ ഒക്കാൻ പറ്റാതെ ഇരുന്ന സമയത്ത് പക്ഷെ അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന, അതായത് ഇന്ത്യയിൽ ഒരു സ്പോർട്സ് ബൈക്കിന്റെ ഒരു മിനി സ്പോർട്സ് ബൈക്ക്. അത് സ്പോർട്സ് ബൈക്ക് R15 സ്പോർട്സ് ബൈക്ക് തന്നെയാണ്, പ്യുവർ. അതായത് ബിഗ് എഞ്ചിൻ അല്ല, ചെറിയ സ്മോൾ. അതായത് എഞ്ചിന്റെ ഇതും കൊണ്ടല്ല സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്നത്, ആ കാറ്റഗറി വണ്ടി സ്പോർട്സ് ബൈക്ക് പ്യുവർ ക്ലിപ്പ് ഓൺ കിടന്ന് ഓടിക്കാൻ പറ്റുന്ന, റേസ് ഓടിക്കാൻ പറ്റുന്ന ബൈക്ക്, റിലയബിൾ ആയിട്ടുള്ള ബൈക്ക് ഇന്ത്യക്ക് അത് തുറന്നു കൊടുത്ത R15. എന്താണ് റേസിംഗ് ബൈക്കുകൾ, അതായത് അങ്ങനത്തെ ബൈക്ക് അതേപോലെ പണ്ട് കാണുന്ന എനിക്ക് ഇപ്പോഴും അറിയാൻ മറക്കത്തില്ല. ചാച്ചനും അമ്മയൊക്കെ പറയും R15 V2 ബാക്കിലിരിക്കുമ്പോൾ മറ്റേ ഫ്രണ്ടിലിരിക്കുന്നതിനെക്കാട്ടിൽ അതിന്റെ ഷേപ്പ് അങ്ങനെ ഷേപ്പായിരുന്നു. അതായത് ഫ്രണ്ടിലിരിക്കുന്ന ആൾ കുഴിയിരിക്കും, ബാക്കിലിരിക്കുന്നത് അവനെക്കാട്ടിലും മേലെ. പിന്നെ അതിനുശേഷം അതിന്റെ ഒരു തുടങ്ങിയ ശേഷമാണ് ഈ FCക്കാർ അതിന് കുറെ ഫെയറിങ് ആയിട്ടൊരു സാധനം ചാത്താൻ അതടിച്ചു പോയി. പക്ഷെ അതില്ല, ഇത് R15 ആണ് ചെയ്യുമ്പോൾ അതിനൊരു തുടക്കം. ആ ഒരു കാറ്റഗറി ബൈക്കുകൾക്ക് തുടക്കം കുറിച്ചത് എനിക്ക് ഇന്ത്യയിൽ R15 വന്നതിന് ശേഷമാണ് ഈ RC ഇറങ്ങിയത്,
KTM ഇറക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഏതാ TVS ഇറക്കുന്നുണ്ടോ? അപ്പാച്ചെ ഉണ്ട്. അപ്പാച്ചെ മറ്റേ നേക്കഡ് അല്ലേ? ഇല്ല, അപ്പാച്ചയുടെ RR 310. ഓക്കെ. അങ്ങനെ കുറെ ബൈക്കുകൾ. പിന്നെ വേറെ ഏതാ വണ്ടികളുള്ള സ്പോർട്സ് ബൈക്കുകൾ എടുക്കുന്ന കമ്പനികൾ ഏതാണുള്ളത് വേറെ നമ്മുടെ അവിടെ? അല്ല, ഞാൻ പറയുന്നതാണ് ആ ഒരു ഇതിന് അങ്ങനത്തെ ഒരു ബൈക്കുകളുടെ ഇത് നോക്കിയതാണ്. അതെനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഒന്ന് ആലോചിച്ചാണ് ഏതൊക്കെ കമ്പനികളാണ് ഇന്നത്തെ ഈ സമയത്ത് വേറെ ഇറക്കുന്ന. അപ്രീലിയ RS 457 എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇറക്കുന്നുണ്ട്. അവരുടെ വലിയ വണ്ടികളുടെ കരിസ്മ നമുക്ക് ഒരിക്കലും പ്യുവർ സ്പോർട്സ് ബൈക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. അതൊരു ടൂററാണ് ശരിക്കും പറഞ്ഞാൽ. സ്പോർട്സ് ടൂറർ എന്ന് പറയുന്ന കാറ്റഗറി. കരിസ്മ ഒരു ഓളം ഉണ്ടാക്കി എനിക്ക് പരസ്യം ഉണ്ടാക്കിയുള്ളായിരിക്കണം. അത് അങ്ങനെ കരിസ്മ ഒരു നല്ല വണ്ടി. പക്ഷെ എന്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നില്ല, മാർക്കറ്റിലൊരു എന്റെ ഒരു പേഴ്സണൽ എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി ഓളുണ്ട്. അതൊക്കെ കരിസ്മ ഒരു വികാരമായി തീർന്ന വണ്ടിയാണ്. പരസ്യം കാരണം വികാരമായി തീർന്ന ചെളി തെറിക്കുന്ന അങ്ങനത്തെ പരസ്യം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലായിരുന്നു. എന്നാ പൊളി പരസ്യം. പിന്നെ R15 ഒരു ഓളം ഉണ്ടാക്കി. പിന്നെ അതേപോലെ വലിയൊരു ഓളം ഉണ്ടാക്കിയ വണ്ടി എൻ്റെ പേര് ഡ്യൂക്ക. ബേച്ചാച്ചൻ പറഞ്ഞ ഒരു കഥ വന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് എന്തോ ബുള്ളറ്റ് എന്തോ എടുക്കാൻ വേണ്ടി വെച്ചാൽ ഒരു കൂട്ടുകാരൻ പോയി. അത് കഴിഞ്ഞിട്ട് R15 എടുത്തിട്ട് വന്നു. R15 എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡ്യൂക്ക്. ഇന്ത്യക്ക് ശരിക്കും എന്താണ് പവർ എന്ന് പഠിപ്പിച്ചു കൊടുത്ത വണ്ടി, സ്പീഡും പവറും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത വണ്ടി ഇതാ ഡ്യൂക്കാണ്. ഡ്യൂക്കല്ല, KTM. അവരെന്തിനാ ഇന്ത്യയിൽ ഇറങ്ങിയെന്നുള്ള എനിക്ക് ഇപ്പോഴും സംശയം. എങ്ങനെ ആദ്യമായിട്ട് ഡ്യൂക്ക് ഉണ്ട് ഇവിടെ നമ്മുടെ ബത്തേരി ടൗണിൽ ഞാൻ 8-ലോ റസാനിയുടെ കയ്യിലായിരിക്കും. എനിക്കറിയില്ല ആരുടെ, എനിക്ക് ഓർമ്മയില്ല. മറ്റേ ഒരു ഡ്യൂക്ക് കണ്ടിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ പുള്ളിമാനെ പോലെ പുള്ളിമാന്റെ ഇതിങ്ങനെ ഇരിക്കല്ലേ, ഒരു പുള്ളിമാൻ ഇരിക്കുന്ന പോലെ. അതാണ് OG ഡ്യൂക്കിന്റെ ലുക്ക്. ഒരു വെറൈറ്റി ലുക്കായിരുന്നു അതിന്റെ പഴയ മോഡൽ ഡ്യൂക്കിന്റെ. അത് അവരുടെ ഇവിടെ വിറ്റോണ്ടിരുന്ന സാധനം തന്നെ ഇങ്ങോട്ട് ഇറക്കിയതാണ്. അത് ഇവിടെ ഷേപ്പ് മാറ്റി ഇറക്കിയാണ്. അല്ലല്ല, സെയിം സാധനം തന്നെ. പക്ഷെ അതിനൊരു നല്ലൊരു ഐക്കോണിക് ആയിട്ടുള്ള ഷേപ്പും അവരുടെ കളർ സ്കീം, സാധാ നമ്മൾ കണ്ട് ശീലില്ലാത്ത ഒരു കളർ സ്കീമും. അതായത് റോ പവർ, ട്രിപ്പിൾ ഡിജിറ്റ് ഒക്കെ എത്ര പെട്ടെന്ന് അടിക്കാന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്ത വണ്ടിയാണ്. പക്ഷെ അതാണ് ഈ ആൾക്കാർക്ക് സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റാണ്ട് കുറെ ചീത്തപ്പേരായ ഒരു കമ്പനിയാണത്. ആ ആൾക്കാരുടെ കാട്ടായം കൊണ്ട് ചീത്തപ്പേര് കേട്ട ഒരു കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ. ചപ്രി എന്നുള്ള രീതിയിൽ ആ രീതിയിലേക്ക് കേരളത്തിന് എത്രയോ പിള്ളേര് അതുകൊണ്ട് എന്താ പോലീസുകാർ ഡ്യൂക്കും ഈ ഒരു സമയത്ത് എനിക്ക് 2020-കളിലാന്ന് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൽ പായുന്നവരുടെ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഫുൾ അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നല്ലോ. ഇവര് റേസ് വെക്കും, ഇവര് അടുത്ത് കൂടെ പോകുന്നു, കിടത്തി വളയ്ക്കുന്നു, ചിലവര് മറ്റേ ബസിന്റെ മുന്നിൽ ചെയ്ത്. അപ്പോ അങ്ങനെ ചീത്തപ്പേര. പക്ഷെ അതൊരു ഓളം മാർക്കറ്റിൽ ഒരു ഓളം ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. അതെ, അതായത് എന്താന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കാറ്റഗറി ബൈക്കുകൾ, അത് പവർ ബൈക്കുകൾ ഇറക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി തുറന്നു കൊടുക്കാൻ അവരാ കുറച്ചും കൂടെ റേസിംഗ് ഫോക്കസ് ആയിട്ടുള്ള. അതെ, പിന്നെ അവര് തന്നെ RC കൊണ്ടുവന്നു. RC കൊണ്ടുവന്നപ്പോ R15 പോലെ നല്ല കുറച്ചും കൂടെ പക്ക കോമ്പറ്റീഷൻ, കുറച്ചും കൂടെ നല്ല ഫെയറിംഗും കാര്യങ്ങളും, എയറോഡൈനാമിക്സ് കുറച്ചും കൂടെ ആയിട്ടുള്ള. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ R1 കുറച്ചും കൂടെ എയറോഡൈനാമിക്കലി ഇതാക്കാൻ. അല്ലാതെ ആദ്യം നോക്കിയ ഒരു കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഫെയറിംഗ് ഉള്ളതായിരുന്നു. കോമ്പറ്റീഷൻ വരുമ്പോഴാണ് ഇപ്പൊ ഇറങ്ങുന്ന R15 ഒക്കെ പക്ക റേസിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിലാണ്. അതിന്റെ ഹെഡ്ലൈറ്റും മറ്റേ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മറ്റേ സാധനം കൂടെ ഡമ്മി ഇത് കൂടെ കയറ്റാൻ പറ്റുകയാണ്. ഫുൾ റേസിന് റേസ് റെഡി ആയിട്ടുള്ള വണ്ടിയാണ്. അതെ, അതും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ആ വണ്ടി ഡ്യൂക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും പവറുള്ള വണ്ടികളൊന്നും ഈ അടുത്തൊന്നും ഇന്ത്യയിൽ വരില്ല. സ്പീഡ് ഫോക്കസ് മാത്രമുള്ളത്, സ്പീഡിന് വേണ്ടിയിട്ടുള്ള. അതെ, അതായത് ആ റോ പവറിന്റെ ഫീല് തരുന്ന വണ്ടികൾ ഉണ്ടാവില്ല. ഈ റോയൽ എൻഫീൽഡ് ഒക്കെ ഈ 350-500 തന്നെ പോകും, അങ്ങനെ തന്നെ പോകും, വേറെ ഒന്നും ഉണ്ടാവില്ല. അല്ല, അതാണ് ഇങ്ങനത്തെ നല്ല കോമ്പറ്റീഷനുകൾ വരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ വ്യത്യാസം, കമ്പനികൾക്കൊരു ഇത് തോന്നുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് വെറും 2 വണ്ടികളെ കുറിച്ച് എൻ്റെ ഒരു അറിവിൽ നമുക്ക് പറയാനുള്ളൂ. അതിൽ ഒന്നാമത്തെ ബൈക്ക് ഞാൻ ആദ്യം പറയാം, ഇമ്പൾസ് ഹീറോയുടെ. ഓഫ് റോഡിങ് സെക്ഷൻ എനിക്ക് തോന്നുന്നു സെഗ്മെന്റ് ഇന്ത്യയിൽ തുറന്നത് ഇമ്പൾസ് ആണ്. റോട്ടിൽ മാത്രമല്ല ബൈക്ക് ഓടിക്കാൻ പറ്റുക, നമുക്ക് ജീപ്പ് ഓടിക്കുന്ന പോലെ മല കയറാനും കാട് പോകാനും നമുക്ക് പറ്റുമെന്നുള്ള ലോങ് ട്രാവൽ സസ്പെൻഷനും സിംഗിൾ കട്ടി കുറഞ്ഞ ബെഞ്ച് സീറ്റും അത്യാവശ്യം എനിക്ക് 21 സെക്ഷൻ ടയറിന് സ്പെക്ക അറിയത്തില്ല, അത്രയും തന്നെ ഞാൻ തോന്നുന്നു. ടയറും അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെയുള്ള കുറച്ച് അപ്സെറ്റായുള്ള എക്സോസ്റ്റും എല്ലാം വെച്ചിട്ട് ഉള്ള ഒരു വണ്ടിയായിരുന്നു.
അത് പക്ഷെ അത്ര വിജയിച്ചോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അല്ല പൊതുവെ ഇപ്പൊ അതിന് കുറച്ചും കൂടെ വില വന്നിട്ടുണ്ട് ആ വണ്ടിക്ക്. അതായത് കുറച്ചും കൂടെ ആൾക്കാർ നമ്മൾ ഓഫ് റോഡിങ് സമയത്ത് കാർബറേറ്ററിന്റെ ഗുണം എന്താ, നമുക്ക് കൃത്യം ട്യൂൺ ചെയ്ത് ട്യൂണിങ്ങിന് കുറച്ചും കൂടെ ഇത് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ അതിന്റെ ഉപയോഗം മനസ്സിലാക്കി വാങ്ങുന്നുണ്ട്. കാലം തെറ്റിറങ്ങിയ വണ്ടി അത് ഇറങ്ങിയ സമയം, അതായത് പണ്ട് ഇറക്കിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് പവർ കുറച്ച് കുറവാന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ആൾക്കാർ മല കയറുന്നവരുണ്ടായിരുന്നു. വേറെന്താ ഗുണം, ഇപ്പൊ പവർ കുറവാന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് കയറാൻ പറ്റില്ല, നമുക്ക് കൈകൊണ്ട് തള്ളിക്കയറ്റാൻ പറ്റും. അതാണ് അതിന്റെ വേറെ ഗുണം ഉണ്ടായിരുന്നത്. അല്ല എനിക്ക് തോന്നുന്ന കാര്യം ഇത് കാലം തെറ്റി ഇറങ്ങിയ വണ്ടി, ഇതിന്റെ വില എന്താണ് ആ ഇറങ്ങിയ സമയത്ത്. പക്ഷെ അതൊരു ഡിമാൻഡ് വരുന്നുണ്ട്. ഞാൻ കാണുന്ന ആൾക്കാർ സാധനം പ്യുവർ ഡേർട്ട് ബൈക്ക് ആക്കാൻ പറ്റുന്ന വണ്ടി, സാധനങ്ങളെല്ലാം ഊരിക്കെടുത്ത്. അതിൽ എനിക്ക് തോന്നുന്നു ഹോണ്ടയുടെ ഒരു എഞ്ചിനാണ് ഒരു ഹീറോ കൊളാബറേഷനിൽ ഇറക്കിയത്, ഏതൊരു എഞ്ചിനാണ്. അപ്പൊ റിലയബിളും ആണ് വണ്ടി, എഞ്ചിൻ അങ്ങനെ കംപ്ലൈന്റ്. അതിനുശേഷം ഇവര് സ്പ്ലിറ്റ് ആയത് തോന്നുന്നില്ല, ഈ ഇമ്പൾസ് ഇറങ്ങിയ ശേഷം സ്പ്ലിറ്റ് ആയി. കൃത്യം അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഹീറോക്കാരുടെ ഓഫ് റോഡിങ് ഹെറിറ്റേജിലേക്ക് ഒരു ഇത് ഓപ്പൺ ഇട്ട് കൊടുത്ത വണ്ടി ഇമ്പൾസ് ആണ്. അതിനുശേഷം അതല്ല, പിന്നെയാണ് എനിക്ക് ഇവരുടെ പുതിയ വേരിയന്റ് ഇറങ്ങിയത് ഹീറോ എന്ന് അടിച്ചിട്ട് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഹീറോ ഹോണ്ടയുടെ ലെവലിലാണ് ഇറങ്ങിയത്, സംശയം അറിയത്തില്ല. അതൊരു ഹീറോ ഹോണ്ട സ്പ്ലിറ്റ് പണ്ടേ സ്പ്ലിറ്റ് ആയതിനു ശേഷമാണോ ഈ ഇമ്പൾസ് അങ്ങനെയാണ്. ഇമ്പൾസ് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സ്പൾസ് വന്നത്. എക്സ്പൾസിന് ശേഷം പിന്നെ അവരുടെ വിവരം ഇതാക്കേണ്ട നല്ലൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബൈക്കായി മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല അതല്ല ഞാൻ പറഞ്ഞ ഓഫ് റോഡിങ്ങിന്റെ കാര്യം. ഇമ്പൾസ് വന്നത് കൊണ്ടാണ് ഓഫ് റോഡിങ്ങിൽ ഇപ്പൊ ഇത്രയും ബൈക്കുകൾ ഇന്ത്യയിൽ മൊത്തം വന്നത്. ഇമ്പൾസ് ആണ് അതിന് അഫോർഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓഫ് റോഡ് ബൈക്ക്, മോഡേൺ ഓഫ് റോഡ് ബൈക്ക് കിട്ടിയത്. അതെ, അത് ഓഫ് റോഡിങ്ങിന്റെ കാര്യത്തില്. പിന്നെ അവസാനമായിട്ട് ആകെ ഒന്നുള്ളൂ, അതെ മാർക്കറ്റ്, പുതിയൊരു മാർക്കറ്റ് തുറന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ആണ്. 2016-15-16 വണ്ടി വന്നത്. ഇപ്പോഴും സിദ്ലാലിൻ്റെ ആ ഒരു ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഇൻ്റർവ്യൂ. അതായത് ബുള്ളറ്റിൽ ലഡാക്കിലേക്ക് ആൾക്കാർ പോകുന്നത് കണ്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഈ വണ്ടിയും കൊണ്ട് പോകുന്നു. പുള്ളിയും ഞെട്ടിപ്പോയി. അപ്പോൾ നോക്കുമ്പോൾ പുള്ളി ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കല്ലും മണ്ണും ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ ബുള്ളറ്റും കൊണ്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. അപ്പോൾ അതിനെന്ത് പരിഹാരം കാണാം. അപ്പോൾ അവിടെ ഒരു ഇത് കണ്ടു, ഗ്യാപ്പ് കണ്ടു, മാർക്കറ്റിലൊരു ഗ്യാപ്പ് കണ്ടു. അതാണ് പുള്ളി ഹിമാലയനായിട്ട് അവതരിച്ചത്. അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആകെ മൊത്തം ഒരു അഡ്വഞ്ചർ ടൂറിംഗ് എന്നുള്ളൊരു സെഗ്മെന്റ് തുറന്നു കൊടുത്ത ഒരു സംഭവമാണ്. അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു കുറെ വലിയൊരു സമയമൊക്കെ ആവുമായിരുന്നു ഇന്ത്യയിൽ പതുക്കെ അഡ്വഞ്ചറിന്റെ വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങാനായിട്ട്. കാരണം KTM പച്ച പിടിച്ച് വരുന്നുണ്ടല്ലോ, അവരൊരിക്കലും ഈ സാധനത്തിലേക്ക് ചാടൂലായിരുന്നു. ബാക്കിയുള്ള മാർക്കറ്റിലുള്ള കമ്പനികളൊന്നും ഇങ്ങനത്തെ ഒരു ചിന്തയുള്ള വണ്ടികളല്ല. ബജാജ് ഇറക്കൂല, TVS ഇറക്കൂല, വേറെ ഏതാ കമ്പനിയുള്ള ഒരു കമ്പനി ഇറക്കൂല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. ബൈക്ക് ഇറക്കുന്ന ഒരു കമ്പനി ഈ ടൈപ്പ് വണ്ടി ഇറക്കൂല. എങ്ങനെയാണ് ഒരു ഇതിനെ റെവല്യൂഷനൈസ് ചെയ്യുന്നത് കാണിച്ചു തന്നൊരു വണ്ടിയാണ്. ഇതിനാണ് വിപ്ലവം എന്ന് പറയുന്നത്, വിപ്ലവം ഉണ്ടാക്കി. അതായത് ഇപ്പൊ ആലോചിച്ച് നോക്കുക, ആ ഒരു വണ്ടി അന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റഗറി ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വഞ്ചർ ടൂറിംഗ് ആണ്. എല്ലാവർക്കും ഒരൊറ്റ വണ്ടി ഇറങ്ങിയതിന്റെ പുറത്താണ് ഇന്ന് എല്ലാ കമ്പനികളും ആ സെഗ്മെന്റ് കടക്കാൻ വേണ്ടി. RTX, എക്സ്പൾസ് 210, പിന്നെ ഇനി ഇറങ്ങുന്ന 421, അഡ്വഞ്ചർ 390, ഹോണ്ടയുടെ XR, എല്ലാവർക്കും. പിന്നെ ഏതാ പറയാനുള്ള, ഇനിയിപ്പോ ഇവരിറങ്ങാൻ പോകുന്നുണ്ട്, ഹീറോ അല്ല ബജാജുകാർ ഇറക്കാൻ പോകുന്നുണ്ട്, BMW ഇറക്കി. അതായത് ആ ഒരു ഒറ്റ വണ്ടി, ആ 411cc ഉള്ള വലിയ ചെറിയ ട്രാക്ടർ ഇവിടെ അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാ ആ 2016 അത് വന്നില്ലായിരുന്നെങ്കിൽ ഈ 2026 ആകുമ്പോഴേക്ക് ഇവിടെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഓളം ഉണ്ടാവാൻ തുടങ്ങുമായിരുന്നു. ആ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതിന് സ്പീഡില്ല, അതിന് വൈബ്രേഷൻ ആണ്, കംപ്ലൈന്റ് എല്ലാം പറഞ്ഞു, നിങ്ങൾ എല്ലാം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ വണ്ടിയുടെ വില എന്താണെന്നുള്ളത് അത് അതേ രീതിയിൽ ഓടിക്കാന്നവർക്കേ മനസ്സിലാവുള്ളൂ. ആ വണ്ടി ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം, ആ വണ്ടി ഉള്ളതും കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കോടി രൂപയുടെ വരുമാനം ആ ഒരു ചിന്തയും കൊണ്ട് അയാളുടെ പെരുമാറ്റം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടി ഇറങ്ങിയ ശേഷം. അതിനുശേഷമാണ് അവരുടെ ബ്രാൻഡിങ്ങിന്റെ ഐഡന്റിറ്റി. അപ്പൊ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം, പുതിയ എഞ്ചിൻ ഇറക്കിയതിനു ശേഷം. അതെ, അതായത് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റിമറിക്കാം. നമ്മൾ ഈ സിമ്പിൾ എഞ്ചിനും കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ വ്യത്യസ്ത ബൈക്കുകൾ കൊണ്ടുവരണം.
അത് വിജയിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ നമുക്ക് ഇന്റർസെപ്റ്റർ ഉള്ളത്, കോണ്ടിനെന്റൽ GT 650 ഉള്ളത്, ഇതെല്ലാം ഉള്ളത്. അതിന്റെ പുറത്തെ ചെയിൻ റിയാക്ഷനാ. അതെ, അന്ന് അവരത് ചെയ്തുകൊണ്ട് മാത്രം സംഭവം. ഞാൻ വീണ്ടും പറയാം, അവരന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പതുക്കെ ഈ സമയമാവും എന്തെങ്കിലും അഡ്വഞ്ചർ വണ്ടി. ഇത് നേരെ അന്ന് ഇവര് മാരുതിക്കാര് ഈ SSIT അവതരിപ്പിച്ചപ്പോ ഉണ്ടായ ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഹിമാലയം വന്നപ്പോ ഈ മാർക്കറ്റിൽ എല്ലാ കമ്പനിക്കും ഇതിന്റെ ഒരു കഷ്ണം വേണം. അതെ, പക്ഷെ എന്താ, ഒരു കമ്പനിക്കും കിട്ടൂല. അവരാണ് ബെഞ്ച് മാർക്ക് അവിടെ ഇട്ടു, അവര് തന്നെ. ഞാൻ ഉറപ്പ് പറയാം 90% സെയിൽസും അതെ റോയൽ എൻഫീൽഡിലുള്ളൂ. ഇവര് എത്ര ഇതിനൊക്കെ വെല്ലുന്ന വണ്ടി ഇറക്കിയെന്ന് പറഞ്ഞാലും റോയൽ എൻഫീൽഡ് വാങ്ങുന്ന അതിന് കിട്ടുന്ന സെയിൽസ് ഒരിക്കലും. അതെ, സത്യം. ഈ ബുള്ളറ്റിന്റെ ഒരു ഹെറിറ്റേജ് ആണ് ഇതിന് ഉണ്ടാവാൻ പോകുന്നത്. അതെ, ഈ ഹിമാലയന്റെ അതിനോടുള്ള OG ഹിമാലയനോടുള്ള ഇഷ്ടത്തിന്റെ ഇത് കാണാൻ പോകുന്നത് ഇക്കൊല്ലം അവസാനമായിരിക്കും. അപ്പൊ ഇവർ ഒരെണ്ണം കൂടി എങ്ങനെ ഇറക്കുന്നുണ്ട് ഈ സെയിം ഡിസൈനിൽ എഞ്ചിനും ഗിയർ ബോക്സ് അപ്ഗ്രേഡ് ചെയ്ത് എന്താണോ ശരിക്കും ഹിമാലയൻ ആവേണ്ടിയിരുന്നത് 2016 അത് 2026 10 കൊല്ലം കഴിഞ്ഞിട്ട് അവതാരമാണ്. അതെല്ലാം തികഞ്ഞൊരു അവതാരം. അത് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങും. ആ OG എന്തായിരുന്നു വേണ്ടിയിരുന്നത് അവതരിക്കും. അതിന്റെ കൂടെ അതിന്റെ സഹോദരങ്ങളായിട്ട് 450 ഉണ്ടാവും. അടുത്ത കൊല്ലം വരുമ്പോ ഏറ്റവും ചെറിയ സഹോദരനായിട്ട് 750 ഇറക്കും. ഒരുത്തനും ഈ മാർക്കറ്റ് തൊടാൻ പറ്റില്ല. ഇവര് ബെഞ്ച് മാർക്കായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇവരായിരിക്കും ഇന്ത്യയിൽ ആദ്യത്തെ 750 7+7. അത് അണ്ടർ ബഡ്ജറ്റില്. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത കമ്പനികൾ പിന്നെയും ഒരു 5 കൊല്ലം പുറകിലായിരിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയി 3 കൊല്ലം പുറകിലായിരിക്കും അവര്. എത്ര കമ്പനികൾ എത്ര വലിയ ടെക്നോളജിയുള്ള വണ്ടി ഇറക്കിയെന്ന് പറഞ്ഞാലും റോയൽ എൻഫീൽഡിന് എപ്പോഴും അതിൻ്റെ ഒരു ഇതുണ്ടാവും. അത് ഈ ഹിമാലയ അവരുണ്ടാക്കണം, അവരാണ് അത് ഉണ്ടാക്കി. ആ ഒരു കാറ്റഗറി കൊണ്ടുവന്ന അവരാ. അതുകൊണ്ട് ആൾക്കാർക്ക് റെസ്പെക്റ്റും ഉണ്ട്. ആ ഒരു ഇത് അവർക്ക് എപ്പോഴും ഉണ്ട്. അത് അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും. ഇനിയിപ്പോ നമ്മുടെ ഓട്ടോമോട്ടീവ് സെക്ടറിൽ ഒരു ഓളം ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും റെവല്യൂഷൻ സംഭവിക്കണ ഇലക്ട്രിക്കൽ ഇതിലായിരിക്കും. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന മറ്റേ ബൈക്കിന്റെ നോക്കുകയാണെങ്കിൽ UV അവർക്കായിരിക്കും, അൾട്രാവൈറ്റിലായിരിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും റോയൽ എൻഫീൽഡ് സാധനം. അതാണ് വിഷയം. ഇവിടെ വലിയ കളിക്കാർ വെക്കുന്ന സമയത്ത് ഇവര് അതിനേക്കാൾ വെല്ലുന്ന സംഭവങ്ങൾ ഇറക്കിയാൽ മാത്രമാണ് മാറ്റം നിൽക്കുക. കാരണം ഇപ്പൊ ടെക്നോളജി കൊണ്ട് അവര് മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലത്തെ കഴിവും പാരമ്പര്യമുള്ള വലിയ പ്ലെയേഴ്സ് ഇവിടെ നിൽക്കുന്ന സമയത്ത് അവരിറക്കി കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡ് ഇറക്കി കഴിഞ്ഞാൽ നേരെ എല്ലാവരും കൂട്ടി ആടും. അതാണ് വേറെ കാര്യം. അതായത് റോയൽ എൻഫീൽഡിന്റെ ആദ്യത്തെ പല ഇതുണ്ടല്ലോ. റോയൽ എൻഫീൽഡിന്റെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടിയാണ് ഫ്ലൈയിങ് ഫ്ലീ C6. ആ സാധനം കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര അസ്വസ്ഥപ്പെട്ടു. അതിന്റെ റിവ്യൂ എല്ലാം ഒന്ന് കേട്ട് നോക്കണം. അതായത് ഒരു കമ്പനിയുടെ ആദ്യത്തെ വണ്ടി, അത് ഇലക്ട്രിക് വണ്ടി വിശ്വസിക്കാൻ ആർക്കും പറ്റിയില്ല. അത്ര ഫൈൻ. അതാണ് പണവും നമ്പർ 1 പ്ലെയർ ആണെങ്കിലുള്ള ഗുണം. അത് ഷൂമി പറഞ്ഞൊരു കാര്യമാണ്. ഷൂമി പറഞ്ഞു അൾട്രാവയലറ്റിന്റെ ഇതിലൊക്കെ പുള്ളി പോയി, ഭയങ്കര ടെക്നോളജിക്കൽ മാർവലൊക്കെയാണ്, എല്ലാ സെറ്റപ്പാണ്, അഡ്വാൻസ്ഡാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ റോയൽ എൻഫീൽഡ് ഒരു വണ്ടി ഇറക്കിയപ്പോൾ അപ്പോഴാണ് എന്താണ് സമ്പത്തും റിസോഴ്സും ഉണ്ടെങ്കിലുള്ള വ്യത്യാസം, അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അറിയെങ്കിലുള്ള ഗുണം. അതായത് അത് ഒരിക്കലും അത്ര മെച്യൂർ, ഫസ്റ്റ് ബൈക്കാ, ഫസ്റ്റ് ഇലക്ട്രിക് വണ്ടിയാ, പക്ഷെ അത് അത്ര മെച്യൂർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഇത്രയും കാലത്തെ ഈ വണ്ടികളുടെ ഇതും അറിവും സമ്പത്തും വെച്ചിരിക്കുന്ന സമയത്ത് ഈ അൾട്രാവയലറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ 0 തുടങ്ങിയതാണ്. ഇത് മാത്രം ഇവരെന്ന് പറഞ്ഞ് 120 കൊല്ലം മുന്നേ ആയിട്ട് ബൈക്ക് ഉണ്ടായ കാലം തൊട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു വന്ന് ഇത്രയും സമ്പത്തും വെച്ചിരിക്കുന്ന അവർക്ക്, അവർ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ 1 എന്നല്ല, 0 എന്നല്ല, അവർ 100 തുടങ്ങുന്നത്. അവർ നമ്മളെ 100 101 എത്തിത്തീരാവുന്ന വിഷയമുള്ളൂ. അപ്പൊ എന്ത് ഈ കിട്ടാവുന്ന ഏറ്റവും നല്ല ടെക്നോളജി ആരെങ്കിലുണ്ടോ അവരെ വാങ്ങി, ഏറ്റവും R&D ചെയ്യാൻ പറ്റുന്ന ടീം എവിടെയുണ്ടോ അവരെ കൂട്ടി, ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന എഞ്ചിനീയർമാരെ കൂട്ടി വെച്ച് പൈസ ഇറക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ 15 കൊല്ലം മുന്നത്തേക്ക് ഇപ്പം മുടക്കുന്ന R&Dയുടെ പൈസ ലാഭാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫാൻ അങ്ങനെ പറയുന്നത്, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ്. കാരണം ഇവർ ഉറപ്പിച്ചു, ഇവർ ആ സമയത്ത് മുന്നമേ ചിന്തിച്ച് എറിഞ്ഞത് കൊണ്ട് ഇവർ ഉറപ്പിച്ചു, ബ്രാൻഡ് ഉണ്ടാക്കി ഇവര്. അതുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിലനിന്ന് പോകുന്ന കമ്പനിയായിട്ട് റോയൽ എൻഫീൽഡ് നിൽക്കുന്നതിൻ്റെ കാര്യം അതാ. ഇപ്പൊ KTM ചിലപ്പോൾ ഇതിനെക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും, ഇതിനെക്കാളും ഇതൊക്കെ, പക്ഷെ എന്നാലും ഓവറോൾ പാക്കേജ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ അതായത് നോക്കുമ്പോൾ KTMന്റെ കാര്യം പ്രത്യേകം എടുത്ത് നോക്കും. KTM എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ടും അത് ലീഡിങ്
ഈ സ്പോർട്സ് ബൈക്കിൽ ലീഡ് ചെയ്ത് അഡ്വഞ്ചർ ബൈക്കിൽ ലീഡ് ചെയ്ത് റാലികളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ടീമായിട്ടും നമ്മൾ എപ്പോഴും നോക്കണം ഇന്ത്യ എന്ന മാർക്കറ്റ് അവർക്ക് കീഴടക്കാൻ പറ്റാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കാരണമാണ് ഈ വർഷങ്ങളുടെ പരിചയ സമ്പത്തും. അതെ, ഇവിടെ ഇതായിട്ട് നിൽക്കുന്ന ബ്രാൻഡായിട്ട് നിൽക്കുന്ന റോയൽ എൻഫീൽഡ് ആണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കണം, അല്ലെങ്കിൽ അതായത് അവർ ബേസ് ഉണ്ടാക്കി അവർ ചെയ്ത പോലെ ആൾക്കാർക്ക് ഇതാക്കുന്ന, അതായത് മാർക്കറ്റിനെ തകർക്കുന്ന ഒരു സെഗ്മെന്റിലേക്ക് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കി ഒരു വണ്ടി ഇറക്കി പോകുന്നത് ആൾക്കാരെ. പക്ഷെ അങ്ങനെ നടക്കൂല. കാരണം എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും സാച്ചുറേറ്റഡ് ആയി. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്, ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. പുതിയൊന്നും ഇറക്കാൻ പറ്റില്ല. അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്ന ഇവരെ എങ്ങനെയും തോപ്പിക്കാൻ നോക്കുന്നതല്ല. പക്ഷെ നമുക്ക് ഇതിന്റെ തെളിവ് മനസ്സിലാക്കാൻ എത്ര ചിന്തിച്ചാൽ മതി. ഒരു മാസം എനിക്ക് തോന്നുന്നു ആവറേജ് KTM അഡ്വഞ്ചർ വിറ്റ് പോകുന്നത് 300-400. ഇപ്പൊ ചിലപ്പോൾ കുറച്ചും കൂടെ 1000 ഒക്കെ ആയിരിക്കും. ഹിമാലയം പക്ഷെ അത്രയൊന്നും അല്ല. കൃത്യ ഒരളവ് ഇതുവരെ എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കിയാൽ തീരാന്ന് സുഖമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3000-4000 വണ്ടിയൊക്കെ വെച്ച് വിറ്റ് പോകുന്നുണ്ടാവണം സുഖമായിട്ട്. അതിലും കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. സെയിൽസ് ഓഫ് KTM അഡ്വഞ്ചർ അതിനേക്കാളൊക്കെ ഉപരി ഇവിടെ വിൽക്കുന്നതിലും കൂടുതൽ വണ്ടി വിൽക്കുന്നത് പുറത്താണ്, ഹിമാലയൻ. അപ്പോൾ അതും ഒരു മെച്ചാണ്. മാർച്ചിൽ 2026 മാർച്ചിൽ 1002 യൂണിറ്റാണ് ഹിമാലയൻ. എത്ര വിറ്റു നോക്ക്? 1002 മൊത്തം KTM അഡ്വഞ്ചറുകളുടെ ഇത് അല്ലേ? മൊത്തം ലൈനപ്പ് അല്ലേ? നോക്കട്ടെ. 390, 390X, 390R, 350 ഇറങ്ങിയിട്ട് ഇറങ്ങി 250, ഇത്രയും വണ്ടികൾ. അതല്ല, ഈ 1002 എന്നുള്ളത് എന്താണെന്നറിയാം? മൊത്തം KTMകളാ. വിച്ച് കമ്പൈൻസ് അഡ്വഞ്ചർ ഡ്യൂക്ക് RC മോഡൽസ് ഇൻ ഒഫീഷ്യൽ ഫിഗേഴ്സ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം എല്ലാം കൂടി എത്രയേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഈ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു നീ പറഞ്ഞ 300-400 അത്രയും പ്രതീക്ഷ മതി. അത് മൊത്തം ലൈനപ്പ് 390 മാത്രമല്ല മൊത്തം. ഇനിയിപ്പോൾ KTM, ഇനിയിപ്പോൾ ഹിമാലയൻ നോക്കി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് തകർക്കാൻ പറ്റാതെ എന്നുള്ളത്. ഹിമാലയൻ നോക്കട്ടെ, 5000 ഉണ്ടാവണം. എൻ്റെ ഒരു മനസ്സിൽ ഞാൻ പറയുന്നത് 5000 ഉണ്ടാവും സുഖമായിട്ട്. മാർച്ചിൽ റോയൽ എൻഫീൽഡ് ഇത് മാത്രം കേട്ടോ 2284 ഡൊമസ്റ്റിക് യൂണിറ്റുകളാണ് വിറ്റ് പോയത്, ഹിമാലയൻ മാത്രം. ഇവിടെ മാത്രം. എന്നാലും കുഴപ്പമില്ല. അതല്ല, മാർച്ചിൽ ഇത് ഹിമാലയൻ മാത്രം 2000. മറ്റേന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ലൈനപ്പും കൂടിയാണ് 1002 ആയത്. അതായത് ഇപ്പം മറ്റൊരെണ്ണം 300 ഉണ്ടെന്ന് വെച്ചാൽ 10 ഇരട്ടിയാണ് ഇവിടെ വിറ്റ് പോയത് ഒരു മാസം ഒരു വണ്ടി. വേറെ ഉണ്ട് ഗ്ലോബൽ ഫുട് പ്രിന്റ്, ഗ്ലോബൽ സെയിൽസ് ക്രോസ്ഡ് 38,000. അല്ല, ഗ്ലോബൽ നമ്മൾ നോക്കണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഇവരും വിൽക്കുന്നുണ്ടല്ലോ. ഇതാണ് 10 ഇരട്ടി വണ്ടി വിറ്റ് പോകുന്നേ. ഹിമാലയൻ ഇസ് ദ ബെസ്റ്റ് സെല്ലിംഗ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇൻ ദ ക്ലാസ് അക്രോസ് ഇന്ത്യ ആൻഡ് ബ്രസീൽ. ഇനിയിപ്പോ ഇതിപ്പോ 450, അതായത് 3 ലക്ഷത്തിന് മേലെ വിലയുള്ള വണ്ടി. ഇനിയിപ്പോ മറ്റേ 440 വരും. ഇതിനെക്കാട്ടിലും വില കുറച്ച് ഇറക്കുക. അപ്പൊ കൂടുതൽ ആൾക്കാർ അത് വാങ്ങും. ഈ മറ്റേ എന്താ പറയാ SD വാങ്ങുന്നവരും ഈ 250 വാങ്ങുന്നവരൊക്കെ നേരെ പോയിട്ട് ഈ വണ്ടി അങ്ങ് വാങ്ങും. സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്, ഇതാ 6 സ്പീഡാന്ന്. ഇപ്പോ ഫൈനാൻഷ്യൽ ഇയർ അതായത് 26 ഹിമാലയൻ 450 എത്ര രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? ക്വാർട്ടറില്. ഏതാ ഈ ക്വാർട്ടറിലെന്നല്ല, ഇപ്പോൾ ഈ ഇതുവരെയുള്ളതായിരിക്കണം. എത്ര രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 24,000 ഇതുവരെ 2026 ആണല്ലോ. അപ്പൊ ഇതുവരെ കൂട്ടിക്ക് 6 മാസം 24,373 ഹിമാലയൻ 450 മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഇത്ര ആലോചിച്ചാൽ മതി. അതാണ് ഇവര് ബെഞ്ച് മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം ഇതാ. കാരണം ഇതിനെ തോപ്പിക്കാൻ ഈ ഒന്നിനും പറ്റൂല. അതിപ്പോ എക്സ്പേർട്സ് ആണെങ്കിലും ആർക്കും പറ്റൂല. സെയിൽസ് ഓഫ് നോക്കട്ടെ, ഇതും കൂടെ നോക്കട്ടെ. അത് പറ്റണമെങ്കിൽ ആ രീതിയിൽ റോയൽ എൻഫീൽഡ് ഇട്ട പോലത്തെ അടിസ്ഥാനം ഇവർക്കൊന്ന് ഇടാൻ പറ്റിയാൽ ഇവരൊക്കെ നിൽക്കും. ആർക്കും പറ്റത്തില്ല. ഇല്ലെങ്കിൽ 390 ഓട്ടെ, ഇതും കൂടെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതെല്ലാം ഈ കമ്പൈൻ ആയിട്ടുള്ള ഇത് എത്രയുണ്ട്? എൻ്റയർ 390cc റേഞ്ച് രജിസ്റ്റേർഡ് 3654 യൂണിറ്റുകളാണ്. അല്ലേ? 10 ഇരട്ടി, അതായത് 10 ഇരട്ടിയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. 3000 എണ്ണം മൊത്തത്തില്. അതുമല്ല, ഇതിൽ വേറെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് 3000 എത്രയാണെന്നറിയോ? കമ്പൈനിങ് 1002 2652 എക്സ്പോർട്ട് ചെയ്ത സാധനം. അതാണ്. അതായത് ഇത് ഞാൻ വീണ്ടും പറയാമെന്നാ,
ഇതുകൊണ്ടാണ് ഗെയിം ചേഞ്ചർ ഹിമാലയ എന്ന് പറയുന്നതിന്റെ കാര്യം. അവരെന്താണ് ആ മാർക്കറ്റ് അവര് കീഴടക്കണം. എന്റെ ഇത് ശരിയാണെങ്കിൽ അടുത്തൊരു 20-25 കൊല്ലത്തേക്ക് ആ സെഗ്മെന്റിൽ ഇവരെ തകർക്കാൻ വേറെ ഒരു ടീം. അതായത് ഹൈ എൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, 1000cc മേലെ വലിയ ഹൈ എൻഡ് ബൈക്കുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യ ഒരു ബജറ്റ് ഫോക്കസ്ഡ് മാർക്കറ്റാ. ഒരു സബ് 6 ലക്ഷം രൂപയ്ക്ക് അടിയിൽ 750cc ഒരു 50-60 ഹോഴ്സ് പവർ ഉള്ള ഒരു വണ്ടിയൊക്കെ കൊടുത്ത് പിന്നെ എല്ലാരും ടൂറിംഗ് ആയിരിക്കും. ഇത് നോക്ക്, നമ്മുടെ ബിഗ് ബെയറിന്റെ കാര്യം എനിക്ക് പറയാം. ബിഗ് ബെയറിന് മറ്റേ കാവാസാക്കി സുസുക്കിയുടെ 650 വേഴ്സസ് അല്ല വീസ്റ്റോം 650 ആണ്, അല്ല വീസ്റ്റോം 650 ആയിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളി ഹിമാലയൻ 450 എടുത്തിട്ട് ഈ വണ്ടി കൊടുത്തു. പുള്ളിയുടെ അഡ്വഞ്ചർ 390 ഉണ്ടായിരുന്നു, പുള്ളി അത് കൊടുത്തു. പുള്ളിക്ക് സ്ക്രാംബ്ലർ 400X ഉണ്ടായിരുന്നു, പുള്ളി അത് കൊടുത്തു. ഹിമാലയൻ ഇപ്പോഴും പുള്ളിയുടെ അടുത്തുണ്ട്. ഇതാണ് എല്ലാത്തിനും ഇത് മതി. എല്ലാവർക്കും ഹിമാലയൻ 450 ഇഷ്ടപ്പെടും എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഹിമാലയൻ 450 ഇഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വണ്ടി, ഈ കുറവുകളുള്ള വണ്ടി, എല്ലാവരും കുറ്റം പറയുന്ന വണ്ടി ഈ മാർക്കറ്റ് വാഴുന്നത് എന്തുകൊണ്ടാന്നുള്ളതാ. അത് അല്ല 24,000 യൂണിറ്റ് അത് മാത്രം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ കൂട്ടിക്കഴിഞ്ഞ് ബുള്ളറ്റും ഹണ്ടറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞ് ഇവർ ഇത്രയും നാളും കൊണ്ട് എനിക്ക് 50,000 യൂണിറ്റ് 50,000 കൂടുതൽ 1,00,000 യൂണിറ്റ് എല്ലാം വിറ്റിട്ടുണ്ടോ ബാക്കി സാധനങ്ങൾ. അതായത് അവരുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ക്ലാസിക്ക് മാസം 30,000 യൂണിറ്റ് വിൽക്കുന്നുണ്ട്. മാസം 30,000 വെച്ച് 6 മാസം കൂട്ടിക്കഴിഞ്ഞ് എത്രയായി? അതാ പറഞ്ഞ. അതായത് ഇത് എന്താണെന്നറിയോ എന്നാ, ആൾക്കാർ നോക്കുന്ന ഒരു പണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, അതായത് ഒരു അറ്റത്തേക്കാണ് പല സാധനം. ഈ KTM-ന്റെ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് പെർഫോമൻസ് ഉണ്ട്, വണ്ടി നിമ്പിളാണ്, സ്ലോ ആണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എവിടെ വരുന്നത്, സർവീസ് കുറവാണ്, ചിലർക്ക് സർവീസ് മോശമാണ്, ഇതാണ് ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇനി ഈ സ്ക്രാംബ്ലറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ആണ്, അത്യാവശ്യം പവറിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ ബെസ്റ്റ് ബൈക്കാണോ അല്ല, സർവീസ് എക്സ്പീരിയൻസ് ഹൈ ആണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. ഈ ഹിമാലയൻ എവിടെ വിജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലായിടത്തും ഇതുണ്ട്, അതായത് സർവീസ് സെന്റർ ഉണ്ട്, സ്പെയർ അവൈലബിലിറ്റി ഉണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, വണ്ടിക്ക് വില കുറവ് ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ട് എല്ലാവർക്കും നന്നാക്കാൻ പറ്റും. പിന്നെ ഓവറോൾ വണ്ടി എല്ലാം നമുക്ക് നികത്തി തരുന്ന വണ്ടിയാണ്. അതായത് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, ബ്രേക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ട്, ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ട്, കംഫർട്ട് ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരു ഫുൾ പാക്കേജ് ആണെങ്കിൽ എല്ലാവരും അതിൻ്റെ അടുത്തേക്കല്ലേ പോകത്തുള്ളൂ. അതാണ്. അപ്പൊ അത് ഹിമാലയൻ അതെ തകർക്കാൻ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് അടുത്ത 25 കൊല്ലം വരെ വേറൊരു ടീം, അല്ലെങ്കിൽ പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കയ്യബദ്ധം പറ്റും. അല്ല, ഞാൻ നേരത്തെ പറയാൻ വേണ്ടി അറിയോ, ഇവരെ തകർക്കാൻ പറ്റുന്നതിന് ഇവരുടെ ടീമിന്റെ ഉള്ളിൽ കയറി ഉള്ളിൽ തകർക്കാനേ പറ്റുള്ളൂ. അതായത് അല്ലാതെ ഇവരെ പുറത്തുനിന്ന് സെയിൽസിൽ തകർക്കാനോ അല്ലാണ്ട് ഇവരുടെ ആൾക്കാരോട് ഇതിനോടുള്ള വിശ്വാസം തകർക്കാനോ പറ്റൂല. അതെ, അതായത് അതാണ് ഇത്. എനിക്കൊന്ന് ഹിമാലയെ കുറിച്ച് നമ്മൾ കുറച്ച് ഓവർ പറഞ്ഞു പോയി തോന്നുന്നു, പക്ഷെ പറയണം. കാരണം ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു മാർക്കറ്റ് വണ്ടി നടത്തിയൊരു സാധനം. അതെ അതെ, അത്രയും ഇന്ത്യൻ മാർക്കറ്റിനെ റെവല്യൂഷനൈസ് ചെയ്തൊരു വേറെ വണ്ടിയില്ല. ആ ഒരു വണ്ടിയുടെ ഇത് കാരണമാണ് എനിക്ക് തോന്നുന്നു USA-ലും ഇവിടെയൊക്കെ UK-ലൊക്കെ ഈ റോയൽ എൻഫീൽഡിന്റെ ചീട്ട് തുറന്നത്. ആ ഒരു വണ്ടിയാണ് കുറച്ച് വിദേശത്തേക്ക് അയക്കാൻ പറ്റുന്ന. ആ സമയത്ത് തകർന്നിട്ട് സമയത്താണല്ലോ ഏഷ്യക്കാർ ഇവരെ വാങ്ങിയത്, സിദ്ലാൽ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവരെ ഒഴിവാക്കാൻ നിൽക്കുക ഈ കമ്പനി, ഒന്നും നടക്കുന്നില്ല. തകർന്ന് ബാങ്ക്റൗട്ട് ആകുമ്പോൾ സമയത്താണ് ഏഷ്യക്കാർ വാങ്ങിയിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ, അതായത് നല്ല CEO-മാർ അല്ലെങ്കിൽ നല്ല നേതൃത്വത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതെ, അതായത് ഒരാളുടെ അന്നത്തെ ഒരു വാശി അല്ലെങ്കിൽ തീരുമാനത്തിന്റെ പുറത്ത് അടുത്തൊരു 20-30 കൊല്ലത്തേക്കുള്ള മാറ്റങ്ങളാണ് ഒരുമിച്ച് സംഭവിക്കുന്നത് അതിന്റെ പുറകെ. ഞാൻ ഒരിക്കലും പറയില്ല ഹണ്ടർ ഒരു മാർക്കറ്റ് ഇതാന്ന്, ഞാൻ മീറ്റിയോർ ഒരിക്കലും ആണെന്ന് പറയത്തില്ല, ഞാൻ ഒരിക്കലും ഇന്റർസെപ്റ്റർ വലിയൊരു ഗെയിം ചേഞ്ചറാന്ന് പറയത്തില്ല, ഈ 650 അതൊന്നും എന്ന് പറയത്തില്ല. പക്ഷേ ഈ ബുള്ളറ്റും ഹിമാലയനും രണ്ടും ഗെയിം ചേഞ്ചറാണ്. രണ്ട് വണ്ടി മാർക്കറ്റിന് ഇതാക്കി മാറ്റിയ വണ്ടികളാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം വന്ന് അവിടെ നിൽക്കുന്നുണ്ടെന്നല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് നല്ല വണ്ടികളായിരിക്കും, പക്ഷെ അവരൊന്നും ഒരു മാർക്കറ്റിനെ മാറ്റി ഞാൻ ഒരിക്കലും പറയത്തില്ല. അതേപോലെ എക്സ്പൾസ് ഒരിക്കലും മാർക്കറ്റിന്, എക്സ്പൾസിനേക്കാൾ ഉപരി ഇമ്പൾസ് ആണ് അവിടെ കൊടുത്തത്. ഇമ്പൾസ് ആണ് ആ ഒരു ചീട്ട് തുറന്നു കൊടുത്തത്, അത് വന്നോണ്ടാണ് ഇതെല്ലാം വന്നത്. അതെ, പക്ഷെ ഇമ്പൾസ് ഓഫ് റോഡിംഗ് ആയിരുന്നു അവർ പ്രൊമോട്ട് ചെയ്തത്. ഹിമാലയന്റെ കാര്യത്തിൽ എന്താ പറയുക, ഹിമാലയൻ ഒരു സെഗ്മെന്റ് തന്നെയാണ്. ADB ടൂറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇവർക്ക് മാത്രമല്ല ബാക്കിയുള്ള കമ്പനികൾക്ക് മത്സരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തത് കാരണമാണ്.
അതിന് വേറൊരു കാര്യം ചിന്തിക്കണം, ബാക്കിയുള്ള വണ്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്ത സമയത്ത് 5 വർഷത്തേക്ക് ഇവരുടെ ഇത് മാത്രമേ അതാണ് ഇവര് ഹിമാലയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജാവായിട്ട് വാഴുന്നോണ്ടിരുന്നത്. എത്ര പേര് അതുകൊണ്ട് യാത്ര ചെയ്യുന്നു, എത്ര പേര് ഓഫ് റോഡ് ഇപ്പോഴും നമ്മളും അതിന്റെ ഒരു അതെ. അതുകൊണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഉപയോഗം എപ്പോഴാണെന്ന് പറയാം ഇപ്പം മനസ്സിലാവും. ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ട് ഈ വണ്ടി നമ്മുടെ കയ്യിൽ ഇതേപോലെ നിൽക്കണേ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവുന്നത്. കാരണം അന്ന് ആ മാറ്റം ഉണ്ടാക്കിയ സമയത്ത് ഇന്ന് ബുള്ളറ്റ് പഴയത് എങ്ങനെ കിട്ടുന്നോ അത് ഉള്ളവന്റെ അഭിമാനം പോലെയൊക്കെ നമുക്ക് ഇത് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന ആ വണ്ടികൾ ബാക്കി വണ്ടികൾക്ക് ഈ ഒരു വില കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് റോയൽ എൻഫീൽഡിൻ്റെ വേറൊരു കാര്യം, നമ്മൾ ലാസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ പഴയ ബൈക്കുകളുടെ ക്യാരക്ടർ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പരിധി വരെ അതിലെ സിംപ്ലിസിറ്റി പോയതാണോ എന്ന് എനിക്ക് തോന്നുന്നു. റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളിൽ പലരും ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്നതിൻ്റെ ഒരു വലിയ അടിസ്ഥാനം, എത്ര നോക്കിയാലും കോറിൽ ആ ബൈക്കുകളെല്ലാം സിമ്പിളാണ്, വലിയ ടെക്നോളജി ഒന്നും ഇല്ല വണ്ടിയിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും ആവശ്യമുള്ള ഇച്ചിരി അറിവുള്ള ആൾക്കാർക്ക് അതിൽ ഇപ്പൊ ഹിമാലയൻ എടുത്തോളൂ, അത്രയും വലിയ 450 വലിയ എഞ്ചിനാന്നൊക്കെ പറയും. അവിടെ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞ വെറും ബേസിക് വണ്ടിയാ. ഇതില് മറ്റേ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അടുത്ത വേരിയന്റുകളിൽ ഇത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. മറ്റേ 750 വരാൻ സാധ്യതയാണല്ലോ, റൈഡ് ബൈ വയർ ആണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇലക്ട്രോണിക്സ് ആയാലും ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് വരുമായിരിക്കും, വരട്ടെ. അത് തെറ്റുന്നില്ല, ഞാൻ പറഞ്ഞതാ. ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ഒരു പക്ഷെ അതായിരിക്കും. ഇപ്പോൾ നമ്മുടെ 411 ഒരു ക്യാരക്ടർ കൊടുത്തുകൊണ്ട് ആ സിംപ്ലിസിറ്റി ആയിരിക്കും. വെറും ഒന്നുമില്ല, എഞ്ചിനും ഒരു ഷാസിയും ഒരു ടാങ്കും ഒരു സീറ്റും, ശരിക്കും അത്രേ ഉള്ളൂ വണ്ടിയിൽ, വേറെ ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നമ്മൾ എന്തോരം മടിയാണ്. അതെനിക്ക് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ. ആ പുള്ളി ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ നമ്മുടെ റോയൽ എൻഫീൽഡ് ഓടിച്ചു പോകുന്നവർ ബുള്ളറ്റിൽ സസ്പെൻഷൻ ട്രാവൽ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടിച്ചാണ് പോകുന്നത്. പുള്ളി വേറെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ റോഡിൽ എളുപ്പത്തിൽ പോകാൻ എന്ത് ചെയ്യണം, ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ കൊടുക്കുക, കുറച്ചും കൂടി കംഫർട്ടുള്ള സീറ്റ് കൊടുക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ ADV വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് നിന്ന് പഠിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടർ എന്താണോ ഇതിന് ആവശ്യമുള്ളത് അത് ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു പുതിയൊരു വണ്ടിയെ ഡിസൈൻ ചെയ്തു. കാരണം ADV വണ്ടികൾ ഇതിന് മുന്നേ പുറത്ത് ഓടുന്നുണ്ടല്ലോ, വലിയ വണ്ടികൾ ഓടുന്നുണ്ടല്ലോ. അതിനകത്തുനിന്ന് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ഇവിടെ ഒതുങ്ങുന്ന നമ്മളുടെ രീതിക്ക് വേണ്ട ഒരു വണ്ടി ഉണ്ടാക്കി. അതെ, ഇതല്ലേ പുതിയത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഉള്ള വണ്ടികൾ തന്നെ പുള്ളി പുതിയ സാധനം ഉണ്ടാക്കിയതല്ല, ഉള്ളൊരു സാധനം ഇന്ത്യയിൽ ഇല്ലാത്തടത്തേക്ക് എത്തിക്കുക. ശരിയാ, അതെ, കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. എന്താണെങ്കിലും നമ്മൾ പല വണ്ടികളെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ നമ്മൾ പറയാത്ത പല വണ്ടികളും ഉണ്ടാവും. ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് പറയാൻ ചില വണ്ടികളുടെ കഥ ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയതോ നമുക്ക് അറിയാത്തതോ പറയാമില്ല. ഓരോരുത്തർ വളർന്ന രീതിയിൽ അവർ കണ്ടു വളർന്ന വണ്ടികൾ വേറെ ആയിരിക്കും, ഓളം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ വേറെ. എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്ത എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആയിരുന്ന വണ്ടികൾ എനിക്ക് തോന്നുന്നത് ഒന്ന് അംബാസിഡറാണ്. ഇന്ത്യനെ ഇതെന്താന്ന് പഠിപ്പിച്ച വണ്ടി, അതായത് കാർ എന്താന്ന് പറഞ്ഞു കൊടുത്തത് ജീപ്പ്. നമ്മൾ വയനാട്ടുകാരാണ്, കണ്ടു വളർന്നാണ്. ഓഫ് റോഡിങ്, അതായത് എല്ലാ ബുദ്ധിമുട്ടിലും ഏതൊരു ഇതായിട്ടുള്ള മനുഷ്യരെയും ഏതൊരു ടഫ് ടെറൈനിലും നമുക്ക് നേരിട്ട് മുന്നേറാമെന്ന് പഠിപ്പിച്ച വണ്ടിയാണ്. ക്വാളിറ്റി എന്താണെന്ന് പഠിപ്പിച്ചു തന്ന SS80, മാരുതി സുസുക്കി. പിന്നെ എൻ്റെ ബൈക്കിൽ എനിക്ക് അന്നും ഇന്നും ഹിമാലയനാണ്. ഹിമാലയൻ കൊണ്ടുവന്നാൽ നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പേഴ്സണലി എനിക്കത് ഹിമാലയൻ കൊണ്ടുവന്ന അത്ര ഒരു മാർക്കറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ബൈക്ക് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഈ സ്പ്ലെൻഡറൊക്കെ വന്നപ്പോൾ ഞാൻ ജീവിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് വന്നാത്ത. പക്ഷേ ഹിമാലയൻ കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു നമ്മളത് ജീവിച്ചു വളർന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. അതെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗെയിം ചേഞ്ചർ ആരായിരുന്നു? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തു കുറെ കാട് കയറി പോയില്ലേ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില സമയത്ത് വികാരങ്ങൾ കയറി വരും. ചില നമുക്ക് വണ്ടി ഉള്ളത് കൊണ്ടായിരിക്കും എന്തോ. പക്ഷെ കുറച്ചൊക്കെ വികാരങ്ങൾ മാറ്റി നിർത്തിയാലും പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ അതും പറയാം. അതെ, അഭിപ്രായങ്ങൾ അവരുടെ നിലനിൽപ്പ്, ആ ബ്രാൻഡ് നിലനിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കോർ അതാണ്. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ എതിരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ അത് യോജിക്കുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇനി പുതിയ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.